നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതേ നമ്മൾ കള്ളിക്കാട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നെട്ടയത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്, നിങ്ങളെപ്പോഴും നെട്ടയത്ത് പോകാറുണ്ടല്ലോ, എന്തേ കള്ളിക്കാട് പോവാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട്. കള്ളിക്കാട് നമ്മുടെ വീട്ടിൽ നിന്നൊരു 10-30 കിലോമീറ്റർ ദൂരമുണ്ട്. എനിക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ഓടി പോകാൻ പറ്റത്തില്ല, അത്രയും ദൂരം ഉള്ളത് കൊണ്ട്. അപ്പോൾ നെട്ടയാകുമ്പോൾ നമുക്ക് വീടിന് തൊട്ടടുത്താണ്. എപ്പോൾ പോകണമെന്ന് വിചാരിച്ചാലും അപ്പോൾ തന്നെ പോവാം. അതുകൊണ്ടാണ് നെട്ടയത്ത് എപ്പോഴും പോകുന്നത്, കള്ളിക്കാട് വല്ലപ്പോഴും പോകുന്നത്. ഈ അടുത്ത കാര്യം, നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കുറവില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അത്യാവശ്യം 1 മണിക്കൂറോളം ഉണ്ട്. സമയവും സന്ദർഭവും സാവകാശവും അനുസരിച്ച് മാത്രം കണ്ടാൽ മതി. ഇഷ്ടമുള്ളവരൊക്കെ മാത്രം കണ്ടാൽ മതി, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം ചിലർക്ക് ഒരുപാട് ലെങ്തി വീഡിയോസ് ആകുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്നതിൽ കൂടുതൽ പേരും ലെങ്തി വീഡിയോസ് ഇടൂ എന്ന് പറയാറുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ലെങ്തി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാട്ടാക്കട മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ കാട്ടാക്കട മാർക്കറ്റിൽ മീൻ കാണത്തില്ല. അതായത് ഏതൊക്കെയോ ദിവസങ്ങളിൽ ഇവിടെ ചന്ത സജീവമാകുന്ന ദിവസമാണ്. അന്ന് വന്നാൽ അത്യാവശ്യം നല്ല മീനും പച്ചക്കറികളും ഒക്കെ നല്ല രീതിയിലുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് മയിലോട്ട് മൂഴി എന്ന് പറഞ്ഞ സ്ഥലവും പട്ടകുളം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ അത്യാവശ്യം മയിലോട്ട് മൂഴിയിൽ ആദ്യം മീൻ വരും. അവിടുത്തെ മീൻ ഒരു മണിക്കൂർ സമയം അവിടെ ചന്ത കൂടിയ ശേഷം അടുത്ത് പട്ടകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല മീനും കിട്ടും, അത്യാവശ്യം നല്ല വിലയ്ക്കും കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ കാട്ടാക്കട മീൻ എന്തോ സ്വർണം കൊണ്ടുണ്ടാക്കിയെന്നുള്ള രീതിയിൽ നേരെ കാട്ടാക്കട വന്നു കേട്ടോ. അപ്പോൾ അതിവിടെ എല്ലാം പണികളെന്തോ നടക്കുകയാണ് കാട്ടാക്കട മാർക്കറ്റിൽ. പൊളിച്ച് വാരിയൊക്കെ ഇട്ടിരിക്കുന്നു, മീൻ വെച്ചിരിക്കുന്ന സൈഡൊക്കെ മാറി ഇപ്പുറത്തേക്കൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. മീനുകളെല്ലാം വളരെ കുറവ് കേട്ടോ. ചേച്ചിമാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ എന്നിട്ടും 10 മണി കഴിഞ്ഞു എത്തിയപ്പോഴേക്കും മാർക്കറ്റിൽ. കാരണം കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ കൊറിയർ ചെയ്ത ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പോസ്റ്റ് ഓഫീസ് 9 മണിയൊക്കെ കഴിയുമ്പോൾ തുറക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ DTDC വഴിയാണ് കൂടുതൽ അയക്കുന്നത്. കേരളത്തിനകത്താണെങ്കിൽ ഡെലിവറി ചാർജ് 60 രൂപയുള്ളൂ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഹോം ഡെലിവറി DTDC ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ റേറ്റ് കുറച്ചുകൂടി വരും. കാരണം പ്രോഡക്റ്റിൻ്റെ വെയിറ്റ്, എവിടെയൊക്കെയാണ് അയക്കുന്ന ദൂരം, പിന്നെ GST ഒക്കെ ഇപ്പോൾ GST ഒക്കെ ഉണ്ട് കേട്ടോ പോസ്റ്റ് ഓഫീസിൽ. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കേട്ടോ. ഏത് തന്നെയായാലും നമ്മൾ ഹോം ഡെലിവറി ഉള്ളത് നോക്കിയിട്ട് അയക്കാറുള്ളൂ. DTDC ചില സ്ഥലങ്ങളിൽ നമ്മൾ ഹോം ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് വിളിക്കും, ഹോം ഡെലിവറി ഇല്ല വന്നെടുക്കാൻ പറയും. അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് പറയും. അപ്പോൾ നമ്മൾ പറയില്ല, എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കുവേ. കഥ മാറിപ്പോയല്ലേ. ഓക്കെ, കാട്ടാക്കട മാർക്കറ്റിൽ വന്നു. വാളക്കാരി അമ്മയ്ക്ക് വാള വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ വാളയുടെ വാല് കണ്ട് വലിയ പ്രതീക്ഷയോടെ നോക്കിയപ്പോൾ കുഞ്ഞൻ വാള കേട്ടോ. വെറും ചെറുത്. അതിൻ്റെ തലയും വാലും ഒക്കെ പോയാൽ അതിലൊന്നും ഉണ്ടാവില്ല. മുള്ളു മാത്രമേ കാണൂ, എടുത്ത് കഴിക്കാൻ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. മാത്രമല്ല അത് കറി വെച്ചാലോ വറുത്താലോ ഒന്നും ടേസ്റ്റും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പിന്നെ വാള വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു, കേട്ടോ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം, വല്ല മീനും ഉണ്ടെങ്കിൽ അവിടെ നല്ലതുണ്ടാവും, അവിടെ നിന്ന് വാങ്ങാം എന്ന് പറഞ്ഞ് ഒരു വിധം പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് എൻ്റെ ഫേവറേറ്റ് ഉടങ്കല്ലി മുളക്. കള്ളിക്കാട് എന്തോരം മുളക് നിന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം മുതലേ കാണുന്നവരാണെങ്കിൽ മരം പോലത്തെ മുളക് തൈ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മുളക് തയ്യൂല മുളകൂല ഒന്നുമില്ല. അതേ ഇപ്പോൾ വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ചൂരമീനെങ്കിലും ഉണ്ടാവുമല്ലോ. ചൂരമീൻ എനിക്കിഷ്ടമാണ്, കള്ളിക്കാട് അമ്മയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ മീനെങ്കിലും ചൂരെങ്കിലും വാങ്ങിയിട്ട് പോവാം. ഏത് മീനായാലും ഉണ്ടെങ്കിലും മുളകൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ മുളകും പിന്നെ പാവയ്ക്കക്കാരായ അച്ഛനും ഏട്ടനും കൂടി പാവയ്ക്കയും മേടിച്ചു. ഇത് കഴിഞ്ഞപ്പോഴേ പുളി ഇരിക്കുന്നു കേട്ടോ. പല ടൈപ്പിലുള്ള പുളികൾ ഇരിക്കുന്നു. അപ്പോൾ വില ചോദിച്ചപ്പോഴും പല വില കേട്ടോ പറയുന്നത്. അതിൽ ലാസ്റ്റ് ഇരിക്കുന്ന പുളി കുരുവുള്ള പുളിയാണ്, അത് കുറച്ച് വില കുറവാണ്. ബാക്കിയെല്ലാം കുറച്ച് കുരുവില്ലാത്തത് വില കൂടുതൽ. ഇല്ലെങ്കിൽ ലാസ്റ്റ് കറുകറാന്നിരിക്കുന്ന പുളി അച്ചാറൊക്കെ ഇടാൻ, ഈ ഇഞ്ചിക്കറിയൊക്കെ ഇടാൻ കളറിന് വേണ്ടിയിട്ട് വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പം ഞാനതിലൊരു മീഡിയം ടൈപ്പ് പുളി എടുത്തു. എനിക്ക് കറുത്ത പുളി എന്തായാലും വേണ്ട, അതാരും വാങ്ങത്തില്ല, അച്ചാറിനൊക്കെ വാങ്ങത്തുള്ളൂ എന്ന്. ആ നടുക്കിരിക്കുന്ന പുളി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, അങ്ങനെ അത് വാങ്ങി കേട്ടോ. ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഒട്ടും കുരുവില്ല എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ നിന്ന് വാങ്ങി. അവിടെ കള്ളിക്കാട് വീട്ടിൽ ചെന്ന് ആദ്യമേ എടുത്ത ആ പുളിയുടെ കഷ്ണത്തിൽ കുരു ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വില കുറച്ച് ലാഭമുള്ളതായിട്ട് തോന്നി. 1 കിലോ 160 രൂപയെ പുളിക്കുള്ളൂ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ പുളിക്ക് എത്ര രൂപ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അധികം പുളി വാങ്ങിക്കാറില്ല. കാരണം
ദീപ ചേച്ചിയുടെ അവിടെയൊക്കെ മുമ്പ് നിറയെ ഉണ്ടായിരുന്നു. ദീപ ചേച്ചിയുടെ അവിടെയും കള്ളിക്കാട് വീട്ടിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ട് വരാറാണ് പതിവ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഞാൻ പുളി വാങ്ങുന്നത്. അപ്പോൾ പുളി ചെറിയൊരു പാക്കറ്റ് വാങ്ങും. ഇതുപോലെ മാർക്കറ്റിൽ എവിടെയെങ്കിലുമൊക്കെ പുളി കാണുമ്പോൾ വാങ്ങാമല്ലോ എന്ന് കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ വാങ്ങും. അതുകൊണ്ട് വില എനിക്ക് കറക്റ്റ് അറിയില്ല. 160 രൂപ ലാഭമായിട്ട് തോന്നി. കാരണം കുഞ്ഞ് പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ 100 സംതിങ് ഒക്കെ വരുന്നത് കാണാം. അപ്പോൾ 1 കിലോ ഈ പുളി ലാഭമല്ലേ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേ കള്ളിക്കാട് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങുകയാണ്. 50 രൂപയുടെ കിറ്റാട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയാണ്. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ പച്ചക്കറി കിറ്റ് കിട്ടും. അറിയോ? സാമ്പാറും ഒരു സാമ്പാറിനും ഒരു അവിയലിനും ഒരു കുഞ്ഞു തോരനും ഉണ്ടാവും കേട്ടോ. പച്ചക്കറി കിറ്റ് 50 രൂപയാണ്. എല്ലാം കൂടി ഉണ്ടാവും. അത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമോ അറിയത്തില്ല. നമ്മുടെ ഇവിടെ പച്ചക്കറി കിട്ടെന്ന് പറഞ്ഞ് കിട്ടാറുണ്ട്. ഇതേ മാങ്ങ ഇരിക്കുന്ന ഷേപ്പ് നോക്കിയാൽ ഞാൻ കരുതി മറ്റേ അമ്പഴങ്ങ എന്ന് പറഞ്ഞ സാധനം ഇരിക്കും കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല മാങ്ങയാണ്. മാങ്ങയായിട്ട് യാതൊരുവിധ ഷേപ്പും ഇല്ലാത്ത മാങ്ങ കേട്ടോ. പിന്നെ അതേ ചീനിക്കിഴങ്ങ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ചീനിക്കിഴങ്ങ് വാങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചീനിക്കിഴങ്ങ് വാങ്ങാമെന്ന് കരുതി. വേറൊന്നും കൊണ്ടല്ല, വേദയ്ക്ക് ചുട്ട ചീനിക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചീനിക്കിഴങ്ങ് വാങ്ങിയിട്ട് ചുമ്മാ വെറുതെ അമ്മ അടുപ്പത്തിട്ട് ചുട്ടിട്ട് ഞാനത് വേദയ്ക്ക് കൊണ്ടുകൊടുത്തു. വേദ അന്ന് മുതൽ ബഹളം. വേറെ കുറച്ച് ചീനിക്കിഴങ്ങ് കൂടെ ഞാൻ ഇതുപോലെ വാങ്ങിയതിന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതുപോലെ ചുട്ടു കൊടുക്കാം. ഞാൻ എവിടെ കൊണ്ടിട്ട് ചുടാനാണ്? അവസാനം ഞങ്ങളന്ന് എറണാകുളം പോയ സമയത്തായിരുന്നു കേട്ടോ. അമ്മ കുറച്ച് പുഴുങ്ങി കൊടുത്തിട്ട് അവൾ കഴിച്ചില്ല. വേവിച്ച് കൊടുത്തിട്ട് കഴിച്ചില്ല. നമുക്ക് ചുട്ടത് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വേദ കരുതിയിട്ട് 1 കിലോ ചീനിക്കിഴങ്ങ് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ 2 വിലയ്ക്കുള്ള ചീനിക്കിഴങ്ങ് ഇരിക്കുന്നു. അപ്പോൾ 2 ഞാൻ പറഞ്ഞു 1 കിലോ വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടും, ഒന്ന് ചുമന്ന ചീനിക്കിഴങ്ങും ഒന്ന് മഞ്ഞ ചീനിക്കിഴങ്ങും. സ്വീറ്റ് പൊട്ടാറ്റോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഇതിന്. ചീനിക്കിഴങ്ങെന്നാണ് നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് പറയുന്നത്, അല്ലെങ്കിൽ മധുരക്കിഴങ്ങെന്നൊക്കെ പറയും കേട്ടോ. ചുമന്ന കിഴങ്ങും മഞ്ഞക്കിഴങ്ങും ഞാൻ 2 വാങ്ങി. ടേസ്റ്റ് ചെയ്താന്ന് അറിയണമല്ലോ. അങ്ങനെ വാങ്ങി 1 കിലോ മേടിച്ചോളൂ. കാരണം അന്ന് അവിടെ കൊണ്ടിട്ടിട്ട് വീട്ടിൽ കൊണ്ടിട്ട് അടിയായിരുന്നു. അങ്ങോട്ടടി ഇങ്ങോട്ടടി, വേണ്ട, ആർക്കും വേണ്ട. അങ്ങനെ ചീനിക്കിഴങ്ങും വാങ്ങിച്ചു. ഇനി അടുത്ത് വാങ്ങാനുള്ളത് കപ്പ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ അടുത്ത് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ആദ്യം മയിലോട്ടുമൂഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ മാർക്കറ്റ് കഴിയാറുള്ള സമയമായി. അത് കഴിഞ്ഞ് അവരെല്ലാവരും പാക്ക് ചെയ്ത് അടുത്ത് പട്ടകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. അപ്പോൾ ഇവിടുത്തെ സെയിം മീൻ തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ ഈ മയിലോട്ടുമൂഴിയിലില്ല എങ്കിൽ പട്ടകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ മതി കേട്ടോ. അങ്ങനെ അതേ നമ്മൾ മയിലോട്ടുമൂഴിയിൽ വന്നപ്പോൾ അവിടെ മീനില്ല. അടുത്ത് പട്ടകുളത്തേക്ക് വന്നപ്പോൾ അവിടുത്തെ ആൻറ്റിമാർ, മയിലോട്ടുമൂഴിയിലിരിക്കുന്ന ആൻറ്റിമാർ ഇങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ. അവർ പാക്ക് ചെയ്തിട്ടേ ഉള്ളൂ. സാധനം കൊണ്ട് വന്നാലേ ചന്ത തുടങ്ങത്തുള്ളൂ. ഒരു 10:30 മണിക്കാണ് ചന്ത ഓപ്പണിങ് ടൈം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാനും ഏട്ടനും കൂടി വണ്ടിയിലിരുന്ന് അതിഗംഭീരമായിട്ട് വഴക്ക് കൂടിയിട്ട് ഞാൻ മോന്തയെല്ലാം വീർപ്പിച്ച് വെച്ചിരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കള്ളിക്കാട് വീടെത്തുന്നത് വരെ എൻ്റെ മോന്ത അത്രയും വീർപ്പിച്ചാണ് ഞാൻ നടന്നത്. ഒന്നുമില്ല കേട്ടോ, നിസാര കാര്യമാണ്. ഏട്ടൻ കാറ് തിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇട്ട് തിരിക്കാത്ത എന്തേലും ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നെ നീ വണ്ടി തിരിക്കാൻ പഠിപ്പിക്കല്ലേ, എപ്പോഴും വണ്ടി കയറി ഇരുന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിയാണ്, എനിക്ക് പിന്നെ നീ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നോടിയില്ലെന്ന് പറഞ്ഞു. അതെനിക്കങ്ങ് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് മിണ്ടാതെ ഇരുന്നു. മാർക്കറ്റിലൊക്കെ വന്ന് വീഡിയോ എടുക്കുന്ന സമയം ഞാനിങ്ങനെ മോന്തൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ വീഡിയോ എടുത്തുന്നില്ല. പിന്നെ ഞാൻ എടുത്തു. കുറച്ച് നേരം ഞാൻ എടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് ക്യാമറ ഇടേ, ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ വാങ്ങിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് കള്ളിക്കാട് എത്തുന്നത് വരെ ഗൗരവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് വിട്ടു. നമ്മുടെ വഴക്കൊക്കെ ഇത്രയും ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഒരു അരമണിക്കൂർ വഴക്ക്, പിന്നെ 1 മണിക്കൂർ മിണ്ടിയിരിക്കും, വീണ്ടും അരമണിക്കൂർ വഴക്ക്, വീണ്ടും അരമണിക്കൂർ മിണ്ടിയിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എല്ലായിടത്തും ഉള്ളതുപോലെ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ വരാറുണ്ട്. വേദ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടപെടാറുണ്ട്. പിന്നെ അങ്ങനെ ചിലപ്പോൾ ഭീകര വഴക്ക്, അങ്ങ് എക്സ്ട്രീം ഇപ്പം അടിച്ച് പിരിയുമെന്ന് തോന്നും കേട്ടോ. പക്ഷെ ആ വഴക്ക് കൂടുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ, പിന്നെ കാണൂല. ഇപ്പം എന്തായാലും അടിച്ചു കൂടേണ്ടത്ര, അടിച്ച് പിരിയേണ്ടത്ര വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ചുമ്മാ ചെറിയൊരു വഴക്ക്. ഞാൻ കുറച്ചൊന്ന് ഗൗരവത്തിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും മീനുകളെല്ലാം വന്നു. മീൻ വന്നിട്ട് എന്താണ് ഇത്, നെയ്മീൻ ചൂര കേട്ടോ. ഞാൻ നെയ്മീൻ ചൂര, കുഞ്ഞ് നെയ്മീൻ ചൂര ആദ്യമായിട്ട് കാണുക കേട്ടോ. കണ്ടിട്ട് നെയ്മീൻ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വറുക്കാൻ നല്ലതായിരിക്കും എന്ന് കരുതിയിട്ട് നെയ്മീൻ ചൂര വാങ്ങി. പിന്നെ നല്ല അയല ഉണ്ടായിരുന്നു, അയലയും വാങ്ങി. വലിയ ചൂര ഉണ്ടായിരുന്നില്ല. വലിയ ചൂര നാളെ വാങ്ങിയ ചേട്ടന്മാരിലുണ്ട്. പക്ഷേ നെയ്മീൻ ചൂര ഉണ്ട്. അപ്പോൾ എനിക്കിത് വാങ്ങാൻ കൊതിയായിട്ട് നെയ്മീൻ ചൂരയും പിന്നെ അയലയും കൂടിയാണ് വാങ്ങിയത്. എന്തു വിലയെന്നറിയോ? കുട്ടി 4 ചൂര 300 രൂപ. പിന്നെ 3 അയല കുഞ്ഞൻ ഇതായിരിക്കുന്ന അയല
200 രൂപ കേട്ടോ. ഭയങ്കര വില. ഇപ്പം മീനൊക്കെ ഭയങ്കര വില. പിന്നെ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഇത്രയെങ്കിലും കിട്ടിയത് തന്നെ വലിയ കാര്യം. പിന്നെ വലിയ നവര മീനൊക്കെ ഇരിക്കുന്നുണ്ട്, മീൻസ് റെഡ് കളർ മീൻ. പക്ഷേ അത് അമ്മ കഴിക്കത്തില്ല, അതുകൊണ്ട് പിന്നെ ഇത് മാത്രമേ വാങ്ങിയുള്ളൂ. ഇവിടെ കയറിയിട്ടുള്ള വീഡിയോ എടുപ്പ് അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. വഴക്ക് കൂടി നിൽക്കുന്നതായതുകൊണ്ട് ആർക്കും ഒരു ആത്മാർത്ഥത ഇല്ല വീഡിയോ എടുക്കാനായിട്ട്. എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നിട്ട് കേട്ടോ, സത്യം പറയല്ല, ഞാനാണ് എല്ലായിടത്തും പ്രശ്നം കേട്ടോ. ഏട്ടൻ അത്രേ പറഞ്ഞുള്ളൂ, പിന്നെ ഞാനും അങ്ങ് കയറ്റി വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. പിന്നെ ഏട്ടൻ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് മിണ്ടും കേട്ടോ. ഞാനാണ് സത്യം പറഞ്ഞാൽ രാക്ഷസി. ഒരു സത്യം നിങ്ങൾക്കറിയോ, എന്നെ നെട്ടയത്ത് വീട്ടിൽ വിളിക്കുന്ന പേരറിയോ? രാക്ഷസി എന്നാണ്. അതിനെ ഷോർട്ട് ഫോമിൽ ഇപ്പോൾ കാസി എന്നാണ് ജീവ എന്നെ ഇപ്പോൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രത്തോളം രാക്ഷസിയാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ദേഷ്യം വന്നാലേ എനിക്ക് കണ്ണും മൂക്കും വായൊന്നും കണ്ടുകൂടാ. ഞാനല്ലാതെ തന്നെ ആവും. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഉണ്ടല്ലോ വേദ എൻ്റെ ഡബിളും ഇല്ല ട്രിപ്പിളാണ് കേട്ടോ. ദേഷ്യം വന്നാൽ അവൾ എന്നാൽ അടങ്ങുന്നവരെ ഞാൻ നിൽക്കും കേട്ടോ, എന്നിട്ട് കയറ്റി കൊടുക്കത്തുള്ളൂ. അവളുടെ ദേഷ്യം തീരട്ടേന്ന് ഞാൻ നോക്കി നിൽക്കും. അല്ലാതെ അവളുടെ ദേഷ്യത്തിന് ഒപ്പിച്ച് നിന്നാലേ ഒരു കാര്യവും നടക്കത്തില്ല. ശരി, മീൻ വാങ്ങി, അയലയും വാങ്ങി, ചൂര മീനും വാങ്ങി. നല്ല നെമ്മീൻ ചൂര കേട്ടോ, എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. നല്ല നെമ്മീൻ പോലെ ഇരിക്കുന്ന നെമ്മീൻ ചൂര. പിന്നെ അതേ കപ്പയും വാങ്ങി കേട്ടോ. 2 കിലോ കപ്പ വാങ്ങി. നമ്മളത്രയും കഴിക്കത്തില്ല, ഇന്നിപ്പോൾ ഒരു ചെറിയൊരു കപ്പ വെച്ചിട്ട് ബാക്കി അവർ പിന്നീട് വേവിച്ചൊക്കെ കഴിക്കുമല്ലോ. എന്നിട്ട് നേരെ കള്ളിക്കാട് വീട്ടിൽ വന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ രേവതിയിലൊക്കെ ഇറങ്ങി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും വരുന്നത്. രേവതി എന്ന് പറഞ്ഞാൽ കള്ളിക്കാട് ജംഗ്ഷനിലുള്ള ബേക്കറി കേട്ടോ. എന്നോടുള്ള ദേഷ്യത്തിലേട്ടൻ വണ്ടി നിർത്തിയതുമില്ല, ഞാനോട്ട് നിർത്താൻ പറഞ്ഞതുമില്ല കേട്ടോ. അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. അതിനിടയ്ക്ക് ഏട്ടൻ വഴിയിൽ ഇറങ്ങിയിട്ട് വടയും സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. പപ്പട വട, ഉഴുന്ന് വടയൊക്കെ വാങ്ങി. പപ്പട വട കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് തോന്നി. അതിങ്ങനെ പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഓയിൽ. ഗൈസ്, ഞാൻ മെനിങ്ങാന്ന് മുതൽ ഡയറ്റ് തുടങ്ങി. 2 ദിവസം ഡയറ്റ് ചെയ്തു. ഇന്നലെ ബിരിയാണി പോലും കഴിക്കാതെയാണ് ഞാൻ ഡയറ്റ് ചെയ്തത്. അപ്പോഴാണ് ഇത് നമ്മൾ കള്ളിക്കാട് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഡയറ്റൊക്കെ കണക്കാണ് കേട്ടോ. വന്നപാടെ അമ്മയോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന്. അപ്പോൾ അമ്മയുടെ ഒരു ചിരി, ഗോതമ്പ് പൊറോട്ടി. നിങ്ങൾക്കും അറിയാമല്ലോ, എന്ന് നമ്മൾ വന്നാലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പൊറോട്ടിയാണല്ലോ. അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഗോതമ്പ് പൊറോട്ടി ഞാനും ആടിനും വന്നാൽ ഇവിടെ അടിയാണ് ഉറട്ടി തിന്നാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഒരൊറട്ടി നമുക്ക് ഇട്ടേക്കും. അതിന് ഞാനും ഏട്ടനും കൂടി അങ്ങ് കഴിക്കും കേട്ടോ. അതുകൊണ്ട് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ കുത്തിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് കള്ളിക്കാട് വരാനുള്ള സമയം പോലും ഇല്ല. പക്ഷേ ഇപ്പം നമുക്ക് അടുത്തിനി റീസ്റ്റോക്ക് ചെയ്യാനുള്ള സമയമായി. കുറച്ചൊന്ന് ഓർഡേഴ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിന്. കുറച്ച് ഓണം സാരീസൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നൊരു റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കള്ളിക്കാട് വീട്ടിലേക്ക് വന്നത്. അല്ലെങ്കിൽ എനിക്ക് നിൽക്കാനുള്ള നേരമില്ലാതെയാണ് മെസ്സേജസും കോൾസും ഒക്കെ വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് ഓണം സാരീസ് മാത്രമേ ഇനി നമുക്ക് പോകാനായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്യണം. റീസ്റ്റോക്കിങ്ങിൻ്റെ പരിപാടിയാണ്. ചിലപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോവും, ഇല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്ക് നമ്മൾ വരുത്തിക്കും കേട്ടോ. എനിക്ക് ഇങ്ങനെ വരുത്തിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം നമ്മളവിടെ ചെന്ന് നിന്ന് സാധനം എടുത്തിട്ട് വരുന്നത് വേറെ, ഫോട്ടോയിൽ കണ്ടിട്ട് നമ്മൾ വരുത്തിക്കുന്നത് വേറെ കേട്ടോ. മെറ്റീരിയൽ ക്വാളിറ്റി ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. അവിടെ ചെന്നിട്ടാണെങ്കിൽ നമുക്കതെല്ലാം നിവർത്തി നോക്കി എങ്ങനെയായ എന്നൊക്കെ ഉള്ളത് നോക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പോയി എടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ വേദയുടെ ക്ലാസ്, ട്യൂഷൻ ഇതെല്ലാം ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഏട്ടനെ മാത്രം പറഞ്ഞു വിടാനും പറ്റത്തില്ല. ഏട്ടനാണെങ്കിൽ ഒരു കുന്തം അറിയത്തുമില്ല, ഏതെങ്കിലുമൊക്കെ എടുത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആകെക്കൂടി ഞാൻ വിഷമത്തിലാണ്. എന്ത് ചെയ്യും, ഏത് ചെയ്യും എന്നുള്ളത് ഒരു ഇതിൽ. എനിക്ക് വേദയുടെ കാര്യത്തിലാട്ടോ ടെൻഷൻ. കാരണം ട്യൂഷനുണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, സ്കൂളുണ്ട്. അമ്മയാണെങ്കിൽ വന്ന് നെട്ടയത്ത് നിൽക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ തൽക്കാലം ഇല്ല. മീൻസ് നെട്ടയത്തുനിന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. നെട്ടയത്ത് വേദയെ വിട്ടാൽ എനിക്ക് ഈ ട്യൂഷനൊക്കെ കൊണ്ടുപോകുന്നത് പാട്. അപ്പോൾ അങ്ങനെ ആകെക്കൂടി ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഞാൻ എന്ത് ചെയ്യും എന്നുള്ള. എന്തായാലും ഇപ്പം നമ്മൾ കള്ളിക്കാടല്ലേ നിൽക്കുന്നത്, നമുക്ക് കള്ളിക്കാട് വിശേഷം പറയാമല്ലേ. അപ്പോൾ അതേ അമ്മ കത്തിയൊക്കെ ഇങ്ങനെ രാവിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തിനെന്നല്ലേ, നമ്മുടെ മീൻ കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും മയിൽ വന്നു കേട്ടോ. ഇവിടുത്തെ സ്ഥിരം എന്താണ് സന്ദർശകരിൽ 2 പേര്, ഈ പെൺമയിലും ഉണ്ടാവും, ഒരു ആൺമയിലും ഉണ്ടാവും കേട്ടോ. ഇത് ആൺമയിലാട്ടോ. ഈ ചിറകുള്ള മയിൽ ആൺമയിലാണ്. വന്നതും ഏട്ടൻ വീഡിയോ എടുക്കാൻ പോയതും അത് ഓടിക്കളഞ്ഞ കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ അമ്മയും അച്ഛനും കൂടി അരിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറേ സമയം നിന്നിട്ടൊക്കെയാണ് പോകുന്നതെന്ന്. ഇപ്പം നമ്മളെ പരിചയമില്ലാത്ത നമ്മളെ കണ്ടിട്ടാവാം ഏട്ടൻ വരുന്നത് കണ്ടുകൊണ്ട് അത് ഓടിയങ്ങ് പോയട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രേ കിട്ടിയുള്ളൂ. ചീനിക്കിഴങ്ങ്, വേദയ്ക്ക് ചീനിക്കിഴങ്ങ് ചുടാനായിട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ചോറെന്തോ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ കനലുണ്ട്. അപ്പോൾ ആ കനലിലേക്ക് ചീനിക്കിഴങ്ങിനെ ഇടുകയാണ് കേട്ടോ.
ഇട്ട് കനലിൽ കിടന്ന് വേവട്ടെ, ആ സമയം മീനെല്ലാം കട്ട് ചെയ്ത് വരാമെന്ന് കരുതി. ഞാനല്ല കേട്ടോ, അമ്മ മീൻ കട്ട് ചെയ്യേ. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തരും. പക്ഷെ ഇങ്ങോട്ടൊന്നും അങ്ങനെ അധികം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരത്തില്ല. നമ്മൾ വാങ്ങണം, നമ്മൾ തന്നെ കട്ട് ചെയ്യണം, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. പിന്നെ അമ്മയൊക്കെ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. കാലിലൊക്കെ വെച്ചത് ഈസി ആയിട്ട് കട്ട് ചെയ്യുമെന്ന് അറിയും. നമ്മളൊക്കെ കാലിൽ വെച്ച് കട്ട് ചെയ്താൽ കുറച്ച് വിവരം അറിയും കേട്ടോ. കൈമുറിയും കാലുമുറിയും അങ്ങനെയൊക്കെ പല പണികളും നടക്കും. പക്ഷെ അവരൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് നല്ലതായിട്ട് കട്ട് ചെയ്യും. പക്ഷേ എൻ്റെ അമ്മ മീൻ കട്ട് ചെയ്യാൻ എൻ്റെ അമ്മയോടൊപ്പം ആരും എത്തത്തില്ല കേട്ടോ. നിമിഷ നേരം കൊണ്ട് കൈ വെച്ച് വിരളറയും വേണ്ട, ഒന്നും വേണ്ട. ഇതേ മീൻ എത്ര വലിയ മീൻ കിട്ടിയാലും ഈ പാര മീനൊക്കെ കട്ട് ചെയ്യാൻ എന്ത് പാടാണെന്നറിയോ. അതൊക്കെ അമ്മ നിമിഷ നേരം കൊണ്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മ ഇഷ്ടം പോലെ പേർക്ക് വച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അമ്മ കാലിന് സുഖമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് നന്നായിട്ടുണ്ട്. എപ്പോഴും കാണും, നെട്ടയത്തെന്നല്ല, നമ്മൾ ആറാമ്പള്ളി വീട്ടിലായിരുന്നാലും അമ്മയ്ക്ക് 1-2 പേര് കൂട്ടിനില്ല, അമ്മയ്ക്ക് എപ്പോഴും കൂട്ടെന്ന് തന്നെ പറയാം കേട്ടോ. എപ്പോഴും കാണാം 3 നേരവും ആഹാരം അമ്മ അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ആ ഒരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ അമ്മയ്ക്ക്. ഇപ്പോഴും ഉണ്ട് നെട്ടയത്ത്, ആരെങ്കിലുമൊക്കെ അമ്മയ്ക്ക് കാണും. അപ്പോൾ ആ കഴിക്കുന്നവർ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇറങ്ങി നിന്ന് ചീത്തയും വിളിച്ചിട്ട് പോകും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടുകാർ, അത് വേറെ കാര്യം. അപ്പോൾ അമ്മയോട് പറയും, ഒരു മനുഷ്യരെയും ഇത്രയും സ്നേഹിക്കരുത്. ഇത്രയും 3 നേരം ആഹാരമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അവർ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലിറങ്ങി നുണയും എന്താണ് അത് എൻ്റെ മനസ്സിലായല്ലോ. അതൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാണ്ടൊരു വിഷമം തോന്നും. അപ്പോൾ അമ്മയോട് പറയും, ആരെയും ഇങ്ങനെ അമിതമായി സ്നേഹിക്കരുത്, ആരെയും ഇങ്ങനെ വീട്ടിലൊന്നും കയറ്റി ഇത്രയും ഇതാക്കരുത്. ആവശ്യത്തിനൊക്കെ വേണം, പറഞ്ഞാൽ കേൾക്കില്ല. ഈ ഇറങ്ങി നിന്ന് ചീത്ത വിളിക്കുന്നവരെ 2 ദിവസം കഴിയുമ്പോൾ അമ്മ എവിടെ പോണ്, വാ ഒരു ചായ കുടിച്ചിട്ട് പോവാം, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ അല്ലെങ്കിൽ വാ കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളും അമ്മയും കൂടി എപ്പോഴും അടിയാണ്, അത് വേറെ കാര്യം. വീണ്ടും നമുക്ക് കള്ളിക്കാട് വീട്ടിലേക്ക് വരാം. പറഞ്ഞു വരുമ്പോൾ വിഷയം കഥകൾ മാറിപ്പോകുന്നു. ദേ നമ്മുടെ നല്ല നെമ്മീൻ ചൂര കേട്ടോ. അത് സത്യം നെമ്മീൻ പോലെ ഇരിക്കുന്ന നെമ്മീൻ ചൂര കേട്ടോ. പക്ഷേ ഈ ചൂര വാങ്ങിയാലുള്ള ഒരു പണി അറിയോ, നമ്മൾ കട്ട് ചെയ്താൽ അതിങ്ങനെ പിന്നി പോകും കേട്ടോ. അവർ നല്ല നൈഫ് ഈ കത്തിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തോടല്ല ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് പിന്നാണ്ട് കിട്ടും. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആകെ ആകെ ഒരുമാതിരിയാവും. അതാണ് ഈ ചൂരമീൻ്റെ പ്രത്യേകത. പക്ഷേ എൻ്റെ അമ്മ കട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്യും കേട്ടോ. ഇവിടെ അമ്മയും കട്ട് ചെയ്യും, അങ്ങനെയല്ല, ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഒന്ന് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ തിരുമല വീട്ടിൽ ചൂരമീൻ അങ്ങനെ അധികം വാങ്ങാറില്ല കേട്ടോ. ഏട്ടന് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വാങ്ങാത്തത്. പിന്നെ തിരുമല വീട്ടിൽ ഞാനല്ലേ വെക്കുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങനെ അധികം കഴിക്കാറില്ല. മീൻസ് അതുകൊണ്ട് ഏട്ടൻ വാങ്ങിക്കൂല. ഉച്ചയ്ക്കൊക്കെ വച്ചാൽ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ വാരി വലിച്ചുള്ള തീറ്റി നമ്മുടെ തിരുമല വീട്ടിലാണെങ്കിലില്ല. ബിരിയാണി ആണെങ്കിൽ കഴിക്കും, വേറെ എല്ലാം കണക്ക് തന്നെ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചൂരമീൻ നമ്മുടെ തിരുമല വീട്ടിൽ വാങ്ങാറില്ല. എങ്ങാനും വാങ്ങിയാൽ ഈ ചൂരയാണ് വാങ്ങുന്നതെങ്കിൽ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഏട്ടൻ വന്നില്ലെങ്കിൽ അവിടെ വിപ്ലവം നടക്കും കേട്ടോ. കാരണം എനിക്ക് ഈ സാധനം വലിയ ചൂരായാലും ശരി, ചെറിയ ചൂര നമ്മുടെ വീട്ടിൽ സത്യമായിട്ടും വാങ്ങാറില്ല കേട്ടോ. കുട്ടി ചൂര വാങ്ങാറേ ഇല്ല, ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ ഈ നെമ്മീൻ ചൂര കണ്ടപ്പോൾ എനിക്ക് വാങ്ങണം തന്നെ തോന്നി. വറുക്കാൻ വേണ്ടി കേട്ടോ, കറി വയ്ക്കാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുട്ടിച്ചൂര വറുക്കാനും കറി വയ്ക്കാനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ കുട്ടിച്ചൂര വാങ്ങാറില്ല. പക്ഷേ ഇത് നെമ്മീൻ ചൂര ആയതുകൊണ്ട് വറുക്കാൻ നല്ലതാവുമെന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഈ വലിയ ചൂര വാങ്ങിയിട്ട് വന്നാലും എങ്ങാനും ഏട്ടൻ വൃത്തിയാക്കാണ്ടല്ല, നമ്മളിവിടെ എല്ലാം ഇങ്ങനെ തൊലിയെല്ലാം എടുക്കുകയുള്ളൂ. അപ്പോൾ ആ തൊലി ഇങ്ങനെ എടുക്കുമ്പോൾ അത് പകുതി അങ്ങ് പോകും കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് പറക്കിയൊക്കെ എടുക്കുമ്പോൾ മുള്ളൊരിടത്ത് കഷ്ണം ഒരിടത്ത് ചമ്മന്തി കണക്കായി പോകും ചൂരമീൻ. അതുകൊണ്ട് വീട്ടിലെപ്പോഴും മിക്കവാറും ഏട്ടൻ കട്ട് ചെയ്തേ വാങ്ങിയിട്ട് വരാറുള്ളൂ. ബാക്കിയുള്ള മീനൊക്കെ ഞാനങ്ങനെ കട്ട് ചെയ്യും. പക്ഷേ ചൂരയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ചാളയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ചാള ഇന്നത്തോലിയൊക്കെ ആണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. ഇങ്ങനെ തോടെല്ലാം പൊളിച്ചിട്ടെടുക്കുന്ന മീൻ കുറച്ച് നേരം ഇരുന്ന് ഞാൻ ബുദ്ധിമുട്ടും കേട്ടോ. എന്തായാലും അമ്മ അതേ മീനെല്ലാം പൊളിച്ച് വൃത്തിയാക്കുകയാണ്. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഈ തോട് പൊളിക്കുന്നതിന് എന്താ പറയുക, മീനിൻ്റെ തൊലി ഇളക്കണമെന്ന് പറയും. തൊലി ഇളക്കണ്, ഉള്ളിയുടെ തൊലി ഇളക്കണ്, അങ്ങനെയൊക്കെ പറയുള്ളൂ കേട്ടോ. അല്ലാതെ തോട് പൊളിക്കണ് അങ്ങനെയൊന്നും പറയില്ല. ഞാനിനി തൊലി പൊളിക്കണമെന്നെങ്ങാനും പറയണം, ഇനി അത് ഞാൻ ചീത്ത വിളിച്ചൊന്നും ആവണം. അങ്ങനെയൊക്കെ കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ തോട് പൊളിക്കലായത്. വാക്കുകൾ ഇതുപോലെ ഫാഷൻ വരച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാതെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വീഡിയോ പല സ്ഥലങ്ങളിൽ നിന്ന് പലരും കാണുന്നതാണ്. പല സ്ഥലങ്ങളിലും ചിലപ്പോൾ തൊലി പൊളിക്കുക, തൊലി എടുക്കണമെന്നൊക്കെ പറയുന്നത് ഉള്ളി തൊലിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തൊലിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറിയാണ് അവരുടെ നാട്ടിൽ എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ തൊലിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ പറയും കൂടുതൽ തൊലിക്കല്ലേ എന്ന് പറഞ്ഞാൽ കൂടുതൽ കയറി ഇങ്ങോട്ട് വിടണ്ട എന്നുള്ള അർത്ഥവും വരാം.
പക്ഷെ നമ്മൾ സാധാരണ നോർമലി സംസാരിക്കുമ്പോൾ ഉള്ളി തൊലിക്കണ്, മാങ്ങ തൊലിക്കണമെന്ന് പറയൂല, ഉള്ളി തൊലിക്കണ് എന്നൊക്കെ പറയുന്നത് തോട് പൊളിക്കണേനാണ് പറയുന്നത് കേട്ടോ. ഇവിടെ അമ്മയൊക്കെ തിരുവനന്തപുരം സ്ലാങ് കേട്ടോ. അമ്മയുടെയൊക്കെ വോയിസ് ഞാൻ ഇട്ടിട്ടില്ലല്ലേ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല. ഫുൾ ബീപ്പ് ഇടേണ്ടി വരും. മീൻസ് തെറിയൊന്നുമല്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നിന്ന് സംസാരിച്ച് വീട്ടിലെ വിശേഷവും ഒക്കെ പറയുമ്പോൾ അത് പിന്നെ നമുക്ക് വോയിസ് ഇട്ടാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. നമ്മൾ ഈ ട്രിവാൻഡ്രംകാർ നമ്മുടെ സ്ലാങ് എന്തുകൊണ്ടാണ് ഇത്രയും വലിച്ചൽ വരണമെന്നറിയോ? ഇതുപോലെയാണ്, ഓൾമോസ്റ്റ് സെയിം ആണ് പാലക്കാട് സ്ലാങ്ങും. കാരണം നമ്മൾ ഈ തമിഴ്നാടിന് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു തമിഴ് സ്ലാങ്ങും ഒക്കെ കയറി വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ മലയാളത്തിന്, നമ്മുടെ ട്രിവാൻഡ്രം സ്ലാങ്ങിനൊക്കെ ഈ ഒരു നീട്ടൽ വരുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ സ്ലാങ് ഇഷ്ടമാണ്. ചില നാട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും, എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ഈ കണ്ണൂരൊക്കെ ഉള്ളവർ എന്തെല്ലാം സംസാരിക്കുമെന്ന് അറിയുമോ? അതൊക്കെ നമുക്ക് മനസ്സിലാവാത്ത പോലുമില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം എന്ത് ഭേദം, കുറച്ച് നീട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്ലാങ് എനിക്കെപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കള്ളിക്കാട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് തമിഴ്നാടിനടുത്താണ് കേട്ടോ. ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് തമിഴ്നാട് ബോർഡർ കയറാനായിട്ട്. അപ്പോൾ ഇവിടെ അമ്മയൊക്കെ സംസാരിക്കുന്നത് നല്ല കറക്റ്റ് സ്ലാങ് വരും കേട്ടോ. മീൻസ് ആ ഒരു തമിഴ്നാട് ബോർഡറൂടെ കിടക്കുന്നത് കൊണ്ട് കറക്റ്റ് ആ ഒരു സ്ലാങ് വരും. പക്ഷെ രസമാണ് കേട്ടോ, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അതങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. മീൻസ് മറ്റുള്ള ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നും. ഞാനും ചില കാര്യങ്ങൾ നമ്മൾ ഈ നോർമൽ വീഡിയോ ഇടുമ്പോൾ, വോയിസ് ഓവർ അല്ലാതെ ഇടുമ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ നമ്മൾ കറക്റ്റ് ട്രിവാൻഡ്രം ഒരു ഇത് കയറി വരുന്നത്. നമ്മളിനി എത്ര ശ്രമിച്ചാലും നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ഇതുപോലെയൊക്കെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അത്രയും കെയർ ആയിട്ട് നോക്കി കണ്ടൊക്കെ പറയും. പക്ഷെ നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ ആ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ തന്നെയായിരിക്കും സംസാരിക്കുന്നത്. തന്നെ എന്തരൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഈ സുരാജ് വെഞ്ഞാറമ്മൂട് വന്നപ്പോഴാണ് കുറേ നമ്മളെ ട്രിവാൻഡ്രം സ്ലാങ് അങ്ങ് അടിച്ചമർക്കപ്പെട്ടത് കേട്ടോ. സത്യം പറയാമല്ലോ, നമ്മളങ്ങ് തീരെ അങ്ങ് വല്ലാതെ അയ്യേ എന്നുള്ള രീതിയിലായത് പുള്ളിക്കാരന് കൊണ്ടുവന്ന ആ ഒരു രീതി തന്നെയാണ്. പക്ഷെ അത്രയൊന്നും നമുക്കില്ല കേട്ടോ. ചെറിയൊരു നീട്ടല്ല, ഒരു ചെറിയൊരു ഇതൊക്കെ വരുമെന്നല്ലാതെ ഈ തന്നെയുണ്ട് ഈ അതൊക്കെ ചിലർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ എന്തെരപ്പി അതൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം വളരെ വളരെ പണ്ട്, ഒരുപാട് നാളുകൾക്ക് മുമ്പ്. ഇപ്പം ഈ അമ്മയൊന്നും സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് വരെ ഈ എന്തരപ്പി എന്നൊന്നും കേട്ടിട്ടില്ല, അതൊന്നും കേട്ടില്ല. തന്നെ അത് ചോദിക്കും, തന്നെ എന്നുള്ളത് ചോദിക്കും. ഈ ഇതൊന്നും ഞാൻ അത്ര ഇതായിട്ട് കേട്ടിട്ടില്ല. അതൊക്കെ കുറേ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. ഞാൻ ഇന്ന് വരെ സത്യമായിട്ടും ഈ ഒരു പുള്ളി പറയണ അത്രയും ഇതായിട്ട് നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും നമ്മൾ നമ്മുടെ സ്ലാങ്ങിനെ സ്നേഹിക്കുന്നു. അപ്പോൾ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. അയല മീൻ കട്ട് ചെയ്തു, ചൂരമീൻ കട്ട് ചെയ്തു. നോക്കിയാൽ നല്ല രസമായിട്ട് കട്ട് ചെയ്തില്ലേ. ഞാനാണ് കട്ട് ചെയ്യായിരുന്നെങ്കിൽ 2 മണിക്കൂറും എടുത്താനെ മീനെല്ലാം പല വഴിക്കും ആയാനെ കേട്ടോ. അമ്മ ചെന്നതേ കോക്കോയെ വിളിച്ചിട്ട് വന്നതാണ്. കോക്കോ ആരെന്നറിയാലോ, നമ്മുടെ അപ്പുറത്തെ മദാമയുടെ പട്ടിയാണ് കോക്കോ. ഈ പട്ടി വന്നാൽ ഇതിൻ്റെ വേസ്റ്റ് ഒരു തൊലി പോലും ബാക്കിയില്ലാണ്ട് അതിൻ്റെ കവറിൻ്റെ മുകളിലായിരിക്കും അമ്മ വേസ്റ്റ് ഇട്ട് വച്ചിരിക്കുന്നത് കേട്ടോ. അറിയാം പട്ടിക്ക്. നമ്മുടെ കാറോ നമ്മുടെ സ്കൂട്ടറോ വന്നാൽ ആ പട്ടി ആ സെക്കൻഡിൽ വരും കേട്ടോ. ഇന്നിപ്പോൾ പട്ടി കണ്ടില്ല എന്ന് തോന്നുന്നു. അമ്മ പോയി വിളിച്ചിട്ടാണ് വന്ന പടയത് ഈ വേസ്റ്റ് അത്രയും ആ പട്ടി ഒരു ശകലം പോലും ഇല്ലാണ്ട്. ഈ വാളമീനിൻ്റെ പല്ലറിയോ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ കൈ കൊണ്ടാൽ തന്നെ അത് നൈഫ് കൊണ്ട് മുറിയുന്നതിനെക്കാട്ടി കൂടുതലായിട്ടാണ് ആ പല്ല് കൊണ്ടാലും മുറിയുന്നത്. അതുവരെ ഈ പട്ടി കൂളായിട്ട് കടിച്ച് തിന്നും കേട്ടോ. അങ്ങനെ ആ പട്ടി അത് മൊത്തം ഫുള്ളും അവിടെ നിന്ന് മുഴുവനും കഴിച്ചു കേട്ടോ. മുഴുവനും കഴിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കവറോട് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ പട്ടി അത്രയും കൂടെ കഴിച്ചാൽ അത്രയ്ക്ക് നീറ്റായിട്ട്. ചിലർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റ് ഇങ്ങനെ നല്ല ക്ലീനാക്കി വയ്ക്കില്ല, അതുപോലെ ഈ പട്ടി കഴിച്ചിട്ട് വെച്ചു. അതിപ്പോഴെന്നല്ല, എപ്പോഴും വന്നാലും അത് തന്നെ കേട്ടോ. ഇതെന്താണെന്നറിയോ, മാങ്ങാ ചമ്മന്തി. മാങ്ങയും കാന്താരിയൊക്കെ ഇട്ട് അമ്മ ചമ്മന്തി അരച്ച് വെച്ചിരുന്നു. അപ്പോഴല്ലേ നമ്മൾ ഉടങ്കല്ലി മുളക് കൊണ്ടുവന്നത്. പിന്നെ ഒരു ഉടങ്കല്ലി മുളക് കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്ത് അരച്ച് ചേർത്ത് കേട്ടോ. എൻ്റെ അമ്മേ, ഉച്ചയ്ക്ക് കഴിച്ചതേ ഉള്ളൂ, വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. എൻ്റെ അമ്മോ അടിപൊളി പുളിയുള്ള നല്ല പുളിമാങ്ങയും ഉടങ്കല്ലി മുളകിൻ്റെ ടേസ്റ്റും എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയോ. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് ആ ചോറും മാങ്ങ ചമ്മന്തിയും കൂടെ മാത്രമായിട്ട്
ചോറൊരു സ്പൂണും 2 സ്പൂൺ മാങ്ങാ ചമ്മന്തിയും കൂടി ഇട്ട് കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. മീൻകറിയോട് കൂട്ടി കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. വെറും ചോറും ചമ്മന്തിയും കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്തോ ടേസ്റ്റാന്ന് നോക്കിയേ. ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ പുളിയാട്ടോ. അപ്പോൾ ഇവിടെ പുളി ഉണ്ടെന്നാണ് കരുതിയത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ പുളി എടുത്തുകൊണ്ട് പോവാറ്. അപ്പോൾ ഏട്ടൻ വാങ്ങിയപ്പോഴേ പറഞ്ഞു വേണ്ട, വീട്ടിൽ നിന്ന് പുളി എടുക്കാം, അവിടെ കാണുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ അമ്മയ്ക്ക് പുളി ഇല്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ഇതിൽ നിന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞിങ്ങനെ അമ്മ എടുക്കുമ്പോഴാണ് പുളിയിൽ കുരു ഇരിക്കുന്നത് കണ്ടു കേട്ടോ. ഞാൻ പറഞ്ഞു കുരു ഇല്ലാത്ത പുളിയാണ് ഞാൻ വാങ്ങിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ നോക്കിയപ്പോൾ കാണാം കുരു, അതിൽ നിറയെ കുരു ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ അയാൾ പറ്റിച്ചു ഗൈസ്. എങ്കിലും പുളി കൊള്ളാം കേട്ടോ. എന്തായാലും ഞാൻ പറയും പുളിയിൽ കുരു ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇനി ഞാൻ പുള്ളിയുടെ തന്നെ വാങ്ങത്തുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പാവം. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാനാണ്, നാളെ ചേട്ടൻ്റെ അടുത്ത് ഒരുപാട് പേര് പുളി വാങ്ങാൻ വരും. അപ്പം നിന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് അവർ പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ രണ്ടാമതിരുന്ന ചേട്ടനാട്ടോ, നടുക്കിരുന്ന് 3 ചേട്ടന്മാരുണ്ടായിരുന്നു. അതിന് നടുക്കിരുന്ന ചേട്ടൻ്റെ നിന്നാണ് ഞാൻ വാങ്ങിയത്. ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങണേ. ഒരു പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്ന ചേച്ചിയുടെ അടുത്തിരുന്ന ചേട്ടനാണ്. ചേട്ടനോട് പറയും വേണം ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്നൂടെ പറയണേ. അപ്പോഴേ ചേട്ടൻ മനസ്സിലാക്കുള്ളൂ യൂട്യൂബിൽ വീഡിയോ കണ്ട് ഇത്രയും പേര് നമ്മുടെ പുളി വാങ്ങാൻ വന്നു എന്നുള്ളത്. സത്യമായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പോകുന്നുണ്ട്. നെക്സ്റ്റ് ടൈം ആ സ്ഥലത്ത് പോകുമ്പോഴാണ് അവർ പറയുന്നത് അയ്യോ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ട് അവർ നമ്മളെ വിലയില്ലാതെ കരുതും, ഇവൾ വന്ന് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് കരുതും. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും പോകുമ്പോൾ അയ്യോ ഒരുപാട്, അപ്പോൾ ഭയങ്കര ബഹുമാനമായിരിക്കും. അയ്യോ വന്നല്ലോ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ 1-2 പേരല്ല കേട്ടോ, നമ്മൾ വീഡിയോ കണ്ടൊരു സ്ഥലത്ത് പോകുന്നത് നിറയെ പേര് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ എവിടെ ചെന്നാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പെയ്ഡ് അല്ലാത്തടത്ത് പോലും നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് വെറുതെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയെന്ന് വയ്ക്കുക, നമുക്ക് പൈസ തന്നിട്ടോ അല്ലെങ്കിൽ നമ്മളോട് വന്ന് വീഡിയോ എടുക്കാനോ പറഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് കഴിക്കാൻ പോകുമ്പോൾ കഴിക്കുന്നതാവാം. അവിടെ ചെല്ലുമ്പോൾ ഓഫ് കോഴ്സ് ഞാനിപ്പോൾ എന്നും വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണമാണെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ, നല്ല ഭക്ഷണമാണെങ്കിൽ നല്ലതാണെന്ന് പറയും. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ അവിടെ കയറും. അപ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും ഒക്കെ പറയും ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അയ്യോ ഇത്രയും സംഭവമായിരുന്നു ഞാനെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ആ ചേട്ടൻ്റെ അടുത്ത് പുളി വാങ്ങാൻ പോവുകയാണെങ്കിൽ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാന്ന് പറയണം. അപ്പോൾ ചേട്ടന് സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ മീൻ ഇറക്കുന്ന സമയം ഞാൻ എന്ത് ചെയ്തു, കപ്പ വേവിക്കാനായിട്ടിട്ടു. അമ്മ മീനെല്ലാം കട്ട് ചെയ്തിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ കപ്പയും വെന്ത കേട്ടോ. കപ്പ സൂപ്പർ കിട്ടിലും കപ്പ, ഒന്ന് തിളച്ചതേ ഉള്ളൂ, അടിപൊളിയായിട്ട് വെന്തു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ മീൻ ഇറക്കാൻ പോയപ്പോഴേക്കും ഈ ചീനിക്കിഴങ്ങ് ഇട്ടിട്ടല്ലേ പോയത്. അപ്പോഴും തീ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു കപ്പ അടുപ്പത്ത് വയ്ക്കട്ടെ, അപ്പോൾ എല്ലാം ഓരോ ജോലിയായിട്ടാവുമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞാൽ ശരി തീ കത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചീനിക്കിഴങ്ങിനെ മാറ്റിയിട്ട് വീണ്ടും തീ കത്തിച്ചിട്ടാണ് കപ്പ ഇട്ടത് കേട്ടോ. എന്തായാലും ആ സമയം കൊണ്ട് കപ്പയും ഞാൻ പാവയ്ക്കായിരിക്കും അടുപ്പത്തിട്ടു. അല്ലെങ്കിൽ എല്ലാം കൂടി ഭയങ്കര മീൻ വെച്ചിട്ട് എല്ലാം കൂടി വയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നാലും നടക്കത്തില്ല. ഇപ്പോൾ എല്ലാം ആയല്ലോ, ഇനി മീനൂടെ വെച്ചാൽ മതി. പാവയ്ക്ക അടുപ്പത്തിട്ടു, കപ്പയും അടുപ്പത്തിട്ടു. കപ്പ നല്ല വെന്തു. എനിക്കത് വെള്ളം മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. വെള്ളം അല്ലേ നമ്മൾ ഊറ്റിയെടുക്കാമെന്ന് പറയും. അത് വാർത്തെടുക്കാൻ എനിക്ക് ഈ മൺകലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളിലാണെങ്കിൽ നമുക്ക് എന്ത് വേണോ എങ്ങനെ വേണോ അഭ്യാസങ്ങൾ കാണിക്കാം. കാരണം ശീലമുണ്ട്. പക്ഷേ ഈ മൺകലത്തിലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അതിന് വെള്ളം മാറ്റിയെടുക്കാൻ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് അമ്മയെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് അമ്മ പിന്നെ അതിങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവരും മറ്റേ കപ്പ പുഴുങ്ങൽ ഫാൻസാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ദേഷ്യം വരും. എനിക്കാണെങ്കിൽ കപ്പ മീനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കറി വെച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉള്ളത്. ഇവിടെ എല്ലാം പുഴുങ്ങി, ഇവിടെ അച്ഛനായാലും അമ്മയായാലും ഏട്ടനായാലും എനിക്കിത് കാണുമ്പോൾ ദേഷ്യം വരും. ഞാൻ നേട്ടം വലിയ പാരമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, എന്നിട്ട് കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഏട്ടനാണെങ്കിൽ പുഴുങ്ങണം. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഞാൻ കറി വെച്ചില്ല, പുഴുങ്ങി തന്നെ കൊടുത്തു. മീൻസ് വെറുതെ വേവിച്ച് കൊടുത്തു കേട്ടോ. എനിക്കത് ഇഷ്ടമേ അല്ല, അതുകൊണ്ട് ഞാൻ പാരമീൻ കൂട്ടിയതുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് പാര. ഞാൻ പിന്നെ പുട്ട് അവിച്ച് കഴിച്ചു കേട്ടോ. മനുഷ്യനെ ഇങ്ങനെ അവിച്ചത് കൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മനുഷ്യനെ അതിൽ നിന്ന് കുറച്ച് എന്തായാലും മീൻ കറി ഉണ്ട്. കുറച്ചെടുത്ത് തേങ്ങ മല്ലിയും മുളകൊന്നും വറുക്കാണ്ട് അതിൻ്റെ തലയും വാലും ഒക്കെ ഇട്ടിട്ട് കറി വയ്ക്കാമെന്നും അതിൻ്റെ കഷ്ണമെല്ലാം വറുക്കാനും എടുക്കാമെന്ന് കരുതി. അയല നല്ലപോലെ വറുത്തരച്ച് വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകറിയും കൂട്ടി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കപ്പ ഈ വേവിച്ചതെന്ന് കുറച്ചെടുത്ത് കുറച്ച് നമ്മുടെ അരപ്പെല്ലായിട്ട് ഞാൻ ഇളക്കിയെടുത്ത് എനിക്ക് മാത്രം. പുഴുങ്ങി കഴിക്കുന്നവരങ്ങനെ കഴിക്കട്ടെ. ചിലപ്പോൾ ഇങ്ങനെ കപ്പ കൊത്തിയിട്ടാലേ വേവത്തില്ല, എങ്കിൽ എടുത്തിങ്ങനെ ഇളക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നല്ല വെന്തതായതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്കത് കുറച്ചൊന്ന് ഇളക്കിയെടുക്കാമെന്ന് കുറച്ച് തേങ്ങയും
കുറച്ച് വെളുത്തുള്ളിയും നല്ല ഉടങ്കല്ലി മുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചതച്ചത് ഈ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ദേ നോക്കിയ റബ്ബർ ഷീറ്റ്, എനിക്ക് എവിടെ ചെന്നാലും എസ്റ്റേറ്റ് ആണല്ലോ ദൈവമേ. റബ്ബർ ഷീറ്റ്, ഇവിടുത്തെ റബ്ബറിൽ നിന്ന് എടുത്ത ഷീറ്റ് ഉണങ്ങാനായിട്ട് ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ മഴയില്ലേ. അപ്പോൾ കപ്പ വേവിച്ചത് മാറ്റിയിട്ട് എനിക്കുള്ള കപ്പയിൽ ഈ അരപ്പ് ഇട്ട് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കും കേട്ടോ, വെള്ളം വറ്റാനായിട്ട്. അല്ലെങ്കിൽ കപ്പ പിന്നീട് ചീത്തയായി പോകും. ഇവിടെ അമ്മയൊക്കെ വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് കപ്പ ഇളക്കിയെടുക്കും കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇവിടെ അങ്ങനെ പൊതുവേ ഇളക്കാറില്ല. അഥവാ ഇളക്കുകയാണെങ്കിൽ മീൻസ് കറി ആക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് ഇളക്കിയെടുക്കും. അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. നമ്മുടെ നെട്ടേതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേങ്ങയും ജീരകവും ജീരകം ഇടും കേട്ടോ, ഞാൻ പറയാൻ വിട്ടു. ജീരകവും നല്ല എരിവുള്ള മുളക്, ഉടക്കല്ലിയോ കാന്താരിയോ ഒക്കെ ഇട്ടിട്ട് നിറച്ചല്ല കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതയ്ക്കും. കുറച്ച് തേങ്ങ ഇടത്തുള്ളൂ കേട്ടോ, 1 സ്പൂൺ തേങ്ങ മാത്രം ഇട്ടിട്ട് ചതച്ചെടുത്തിട്ട് ഈ കപ്പയിലിട്ട് ഇളക്കിയെടുക്കും. ഇത് ടേസ്റ്റാണെന്നറിയോ? അതെ, ചില കാര്യങ്ങൾ നമ്മൾ കഴിച്ച് ശീലമായതേ നമുക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. അതാണ് വേറൊരു കാര്യം. ഇപ്പം ഞാൻ കുഞ്ഞിലെ മുതലേ കപ്പയൊക്കെ അങ്ങനെ കഴിച്ച് ശീലിച്ചത് കൊണ്ട് എനിക്കത് തന്നെയാണ് ഇഷ്ടം. ഇവിടെ ഇങ്ങനെ കപ്പ വയ്ക്കുമ്പോൾ എനിക്ക് വല്ലാതെ വരും കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാനുള്ളപ്പോൾ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് തേങ്ങ എല്ലാം ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. തേങ്ങ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തേങ്ങ, പേരിന് വേണ്ടി മാത്രം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട്, ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ വന്നല്ലേ, നേരത്തെ മഞ്ഞൾപ്പൊടി പറഞ്ഞില്ല അല്ലേ, മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. ഇത് നമ്മുടെ ചൂര മീൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ തലയും വാലും കൂടി ഇട്ടിട്ട് കറി വയ്ക്കുന്നത്. പിന്നെ അതേ നമ്മുടെ അയല മീൻ കറി വയ്ക്കാനായിട്ട് അത് മല്ലിയും മുളകും ഒക്കെ വറുത്ത് വയ്ക്കാമെന്ന് കരുതിയേ. അപ്പോൾ എനിക്ക് ചൂര മീൻ കറി മതി. എനിക്ക് ഈ അയലയും കീലൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ വേദന പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ അയല മീൻ എനിക്ക് കഴിച്ചിട്ട് ഛർദ്ദിച്ചു കേട്ടോ. അങ്ങനെ കുറേ നാൾ ഞാൻ അയല മീൻ കൂട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ വീണ്ടും ഞാൻ കൂട്ടി തുടങ്ങിയെങ്കിലും എനിക്ക് അയല മീൻ വേണ്ട. ചൂര മീൻ ഉണ്ടെങ്കിൽ ചൂര മീൻ ധാരാളം. എനിക്ക് പറഞ്ഞാൽ ഈ കുട്ടി ചൂര വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അമ്മ പറയണ ഈ ചൂര വെച്ചാൽ നല്ല രുചിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് തേങ്ങ മല്ലിയും മുളകൊന്നും വറുത്തരയ്ക്കാണ്ട് വയ്ക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ വയ്ക്കുന്ന മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വയ്ക്കും, നല്ല ടേസ്റ്റ് ആട്ടോ. ഉടങ്ങലും മുളകും കറിവേപ്പിലയും മീൻസ് മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് വെച്ചാണ്ടല്ലോ, എന്ത് ടേസ്റ്റാണെന്നറിയോ, കപ്പയും ചോറും. വായിക്കൂടെ വെള്ളം വരുന്നു. എന്തായാലും ചൂരമീൻ കറി വയ്ക്കാനായിട്ട് എടുത്തു. എനിക്കിഷ്ടമുള്ള രീതിയിലാണ് കറി വയ്ക്കുന്നത്. കപ്പയുണ്ട്, വറുക്കാനായിട്ടുള്ള മീനുണ്ട്. ഇനി എന്ത് വേണം ഊണിന്? ഗൈസ്, എൻ്റെ ഡയറ്റ് നിങ്ങളിപ്പോൾ കണ്ടോളൂ. ഞാൻ കഴിക്കാൻ പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടാൽ കണ്ണ് തള്ളി പോകും കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള സാധനം ഇഷ്ടം പോലെ കഴിക്കും. കഴുത്ത് നിറയുന്നവരെ കഴിക്കും കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇറങ്ങാതെ വരുമ്പോഴേ കഴിക്കാതെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കപ്പ ദേ റെഡി ആയിട്ടുണ്ട്. മറ്റേ കപ്പ പുഴുങ്ങിയത് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കപ്പ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല മിക്സിയുടെ ജാറൂടെ കഴുകി ഇങ്ങനെ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് ആ വെള്ളം വറ്റുന്നേരം വച്ചില്ലെങ്കിൽ കപ്പ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. തേങ്ങാക്കൂട്ടൊക്കെ ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്ത ശേഷം വെള്ളം ഒന്ന് വറ്റിയപ്പോൾ ഞാൻ അതിനെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ അടുപ്പിൽ തന്നെ ചൂര മീൻകറിയും വെച്ചു. നമ്മുടെ അപ്പുറത്തെ ഗ്യാസ് അടുപ്പിലാണ് പാവയ്ക്ക ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിന് ചെറിയ തീയിൽ വെച്ച് അങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. കപ്പ നോക്കി ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി കേട്ടോ. നന്നായിട്ട് ഉടങ്ങി വരുന്നുണ്ട്. അത്രയ്ക്ക് കിടിലം കപ്പ കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കപ്പ. അപ്പോൾ എൻ്റെ അരപ്പെല്ലാം കൂട്ടിയിട്ടുള്ള കപ്പ ഉടങ്കലി മുളകിൻ്റെ മണമെല്ലാം വരുന്നുണ്ട്. അടിപൊളി കപ്പ ദേ റെഡിയായി. മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്ത് വേണം ഗൈസ്? സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ബിരിയാണിയൊന്നും ഒന്നുമല്ലല്ലേ, ഇതാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് ഇങ്ങനെ തോന്നും കേട്ടോ. പക്ഷേ എങ്കിലും എൻ്റെ മുൻപിൽ ബിരിയാണിയും കപ്പയും മീൻകറിയും ചോറും കൊണ്ടുവച്ചാൽ ഞാൻ ബിരിയാണിയെ കഴിക്കത്തുള്ളൂ. അത് വേറെ കാര്യം. പക്ഷേ ഇത് കൂട്ടി കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയോ? അയ്യോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കപ്പയും മീൻകറിയും ചോറും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ചക്കയും മീൻകറിയും ചോറും, അത് വയ്ക്കേണ്ട രീതിയിൽ മീനൊക്കെ വയ്ക്കണം, എന്നിട്ട് കഴിക്കണം ഗൈസ്. നിങ്ങൾ കള്ളിക്കാട് അമ്മയുടെ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കണം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എന്നും ഇവിടെ വന്ന് കഴിക്കാനായിട്ട് തോന്നും. നല്ല ടേസ്റ്റായിട്ട് വയ്ക്കുക. എൻ്റെ അമ്മയും വയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് വരത്തില്ല എന്ന് തന്നെ പറയും. പിന്നെ ചില കറികൾ നമ്മുടെ അമ്മമാർ വയ്ക്കുന്നതന്നെ നമുക്ക് ഇഷ്ടമായിരിക്കില്ലേ. ഈ പറഞ്ഞ പോലെ പണ്ട് മുതലേ നമ്മൾ കഴിച്ച് ശീലമായ ചില കാര്യങ്ങൾ നമുക്ക് അമ്മമാർ കഴിക്കുന്ന നമ്മുടെ സ്വന്തം അമ്മമാർ വയ്ക്കുന്നത് തന്നെ ആയിരിക്കും ഇഷ്ടം. എങ്കിലും ഇവിടെ അമ്മ നല്ല കുക്കാണ്. ഈ അമ്മ നല്ല കുക്കാണ്. ഇതേ അയല മീൻ വയ്ക്കാനായിട്ട് ഉള്ളിയും മല്ലിയും മുളകൊക്കെ മുഴുവനായിട്ടൊക്കെ വറുത്തിട്ടുണ്ടാക്കുകയാണേ. ഈ മല്ലിയും മുളകൊക്കെ ഇങ്ങനെ മുഴുവനെയൊക്കെ ഇട്ട് വയ്ക്കുന്നത് നമുക്ക് ആ കണക്കൊന്നും ശരിയാവത്തില്ല. ഇപ്പോൾ ഇവിടെ ചിക്കൻ വാങ്ങിയാലും അമ്മ ഒരു പ്രത്യേകം ഒരു മസാല പൊടിച്ച് വയ്ക്കും കേട്ടോ. ആ മസാല ഇട്ട് ചിക്കൻ വയ്ക്കണം എന്ത് ടേസ്റ്റാണെന്നറിയോ?
മുന്നെയൊക്കെ ഞാൻ ആ മസാല പൊടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ടോ അതൊന്നും ഞാനും മറന്നുപോയി, അമ്മയും അങ്ങനെ ഓർമ്മിക്കാറില്ല. ആ മസാലയൊക്കെ ഇട്ട് ചിക്കൻ വയ്ക്കണം അവർ. ഇതുപോലെ ഇങ്ങനെ മല്ലി പ്രത്യേകം, മീൻസ് പൊടിയല്ല, നമ്മൾ പൊടിയല്ല ഇടുന്നത്, മല്ലി പ്രത്യേകം, മുളക് പ്രത്യേകം, അങ്ങനെയൊക്കെ ഇട്ടത് വറുത്ത് പൊടിച്ച് ആ ചിക്കൻ കറി വയ്ക്കും. ഹോ, എൻ്റെ അമ്മ എന്ത് ടേസ്റ്റാണെന്നറിയോ. ശരിയാട്ടോ. ഇപ്പോൾ കുറേ നാളായി ആ മസാല പൊടിച്ച് ചിക്കൻ വെച്ചിട്ട്. ഇവിടെ ചിക്കൻ വാങ്ങിച്ചാലും ഇപ്പോൾ അമ്മ സാധാ രീതിയിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത്. മറ്റേത് മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും ഒക്കെ ഇട്ടാണ് വയ്ക്കുന്നത്. ഞാൻ ഈ മുളവെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്, മുളവാണോ മുളകാണോ എന്ന്. ആക്ച്വലി മുളകാണ്. നമ്മളിവിടെ ട്രിവാൻഡ്രത്തത് മുളവെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മുളവായിട്ട് കേൾക്കുന്നത് കേട്ടോ. അതിനൊരു വിഷമമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അപ്പോൾ ആ സ്പെഷ്യൽ മസാല വെച്ചിട്ടുള്ള ചിക്കൻ കറിയൊന്നും ഇപ്പോൾ വയ്ക്കാറില്ല കേട്ടോ. ഇനി നമുക്കൊരു ദിവസം വയ്ക്കണമല്ലോ. ഇപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് കേട്ടോ. എത്ര നാളെ ആ ചിക്കൻ, അതൊരു സ്പെഷ്യൽ ടേസ്റ്റാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ ആ ഒരു അളവിന് അവർക്കറിയാവൂ എത്ര മല്ലിക്ക് എത്ര മുളക് വേണമെന്നൊക്കെ ഉള്ളത് അവർക്ക് കറക്റ്റ് അറിയാം കേട്ടോ. അതുപോലെ നമ്മളെടുത്തിട്ട് വയ്ക്കാൻ നിന്നാലേ നടക്കത്തില്ല. അമ്മ അതേ മീൻ വയ്ക്കുന്നത് എങ്ങനെയാണ്, കുറച്ച് കൊച്ചുള്ളിയും മല്ലിയും മുളകും ഒക്കെ ഇങ്ങനെ വറുത്തിട്ട് വയ്ക്കും. ഇതുപോലെ ഞാൻ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല, ഫ്ലോപ്പായിട്ടുണ്ട്. തീയൽ വെച്ചതുപോലെ ആയി മീൻകറി. അതിനുശേഷം ഞാനത് ആ പരിശ്രമത്തിന് പോകാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയോട് കാത് കുത്തിയ കഥയും മോതിരം വാങ്ങിച്ച കഥയൊക്കെ പറയണം. അപ്പം അമ്മ ചോദിച്ചു, ഇനി കുത്താൻ ചെവിയിൽ വേറെ അങ്ങ് സ്ഥലമില്ലേ, മൂക്കിൽ ഇപ്പുറത്തെ സൈഡിലൂടെ കുത്തൊരു അത്രയും സ്പേസ് കൂടെ ബാക്കി കിടക്കുകയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, ശരിയാണ്, മൂക്കിൽ ഇപ്പുറം കൂടി സൈഡുണ്ടല്ലോ, അവിടെ കൂടി ഇനി കുത്തിയാൽ നല്ലതായിരിക്കും. അമ്മയുടെ പെർമിഷനൂടെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ കുത്താമെന്ന് കരുതി കേട്ടോ. ചുമ്മാ ഞാൻ ഇനി കുത്തുന്നതും ഇല്ല. അറിയത്തില്ല കേട്ടോ. ഇനി മുന്നോട്ട് പോകുമ്പോൾ വല്ലതും എവിടെയെങ്കിലും കുത്തണമെന്ന് തോന്നി ചിലപ്പോൾ കുത്തും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെവിയിൽ സ്ഥലമൊന്നുമില്ല കേട്ടോ, മൂക്കിൻ്റെ ഇപ്പുറ സൈഡ് മാത്രമേ ഇനി ഉള്ളൂ. ചെവി ഏകദേശം ഉണങ്ങി കേട്ടോ. പക്ഷേ എൻ്റെ 2 ചെവിയിൽ കുത്തിയതും 2 ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആ ചേട്ടൻ എന്ത് നോക്കിയിട്ട് കുത്തിയതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ. ഒന്ന് ഇങ്ങ് താഴെയും കുത്തി, ഒന്ന് ഇങ്ങ് മുകളിലും കുത്തി കേട്ടോ. ഏകദേശം ചെവി ഉണങ്ങിയിട്ടുണ്ട്, പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ചേട്ടൻ കുത്തിയത് മാറിപ്പോയി കേട്ടോ, രണ്ടും 2 സ്ഥലത്തായി പോയി. ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ. എന്തായാലും മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂര മീൻകറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വാലും തലയും ഇട്ട് മാത്രം വെച്ച് എനിക്ക് വേണ്ടി മാത്രം ഒരു ചൂരക്കറി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നെമ്മീൻ ചൂര. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ നെമ്മീൻ ഇഷ്ടമില്ല കേട്ടോ. ഈ നമ്മൾ ഇത്രയും 1 കിലോ നെമ്മീൻ എത്രയാണ് കേട്ടോ. ആ പൈസ കൊടുത്ത് വാങ്ങുന്ന ടേസ്റ്റൊന്നും ആ മീനിന് സത്യം പറഞ്ഞാലില്ല. അതിനെക്കാട്ടി ചൂര മീൻ വാങ്ങിച്ച് നല്ല മസാലയൊക്കെ തേച്ച് വറുത്താലുണ്ടല്ലോ കിട്ടുന്ന ടേസ്റ്റ്, അത് വച്ചാലും എന്താ ടേസ്റ്റ് എന്നറിയോ. ആ ടേസ്റ്റൊന്നും ഇനി എത്ര വില കൊടുത്ത് വാങ്ങുന്ന നെമ്മീനും ഇല്ല. എനിക്കിഷ്ടമല്ല കേട്ടോ, ഞാൻ സത്യമായിട്ടും പറയാമല്ലോ. എന്ന് പറഞ്ഞ് ഞാൻ കഴിക്കാതെയൊന്നും ഇരിക്കത്തില്ല, കഴിക്കും. അതുപോലെ തന്നെ കരിമീൻ, എന്താണ് അതിൽ ഇത്ര ടേസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല. നിറയെ മുള്ളും പിടിച്ചിട്ടുള്ള മീൻ, പിന്നെ കായൽ മീൻ എന്നൊക്കെ ഉള്ളൊരിതായിരിക്കും. കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പറയുന്ന അത്ര ഇതൊന്നുമില്ല. ഈ ചൂര മീനോ പാരമീനെ വറുക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. കറി വയ്ക്കാനാണ് പാരമീൻ നല്ലത്. അതിന് ചൂര മീൻ വറുക്കാനായാലും കറി വയ്ക്കാനായാലും എന്താ ടേസ്റ്റ് എന്നറിയോ. ഇതൊന്നും അറിയത്തില്ല ഗൈസ്. എന്നിട്ടാണ് അതിനൊക്കെ വില കൂട്ടിയിട്ടേക്കുന്നത് നെമ്മീനൊക്കെ. അതുകൊണ്ട് ചൂര ഇഷ്ടം പോലെ വാങ്ങിച്ച് കഴിക്കാം അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്, മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത അയല മീനാണ് വെക്കുന്നത്. അപ്പോൾ ആ അടുപ്പിൽ എന്തെല്ലാം സാധനം വെച്ചു എന്ന് നോക്കണേ. കപ്പ വേവിച്ചു, കപ്പ ഇളക്കി, നമ്മുടെ മീൻകറി വെച്ചു. ഓരോന്നും അതിൻ്റേതായ ടൈമിന് കറക്റ്റ് നടക്കുന്നുണ്ട്. അമ്മ മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും കപ്പ റെഡിയായി. കപ്പ പുഴുങ്ങിയത് റെഡിയായ സമയത്ത് അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് എനിക്ക് കറിക്കായിട്ട് വെച്ചു. കറിക്കായിട്ട് വെച്ച സമയം അമ്മ എന്ത് ചെയ്തു, ചൂര മീനിനുള്ള കൂട്ടെല്ലാം അരച്ചെടുത്തു. എനിക്ക് കറിക്കുള്ളത് റെഡി ആയപ്പോഴേക്കും അതിനിങ്ങനെ ഇളക്കാൻ മാറ്റിയപ്പോഴേക്കും ഈ ചൂര മീനെടുത്ത് അടുപ്പത്ത് വെച്ചു. ചൂര മീൻ വേവുന്ന നേരം എന്തായി, നമ്മുടെ മറ്റ് മീൻ അയല മീനിന് വേണ്ടിയിട്ടുള്ള മല്ലിയും മുളകൊക്കെ വറുത്ത് അതിൻ്റെ കൂട്ടെല്ലാം അരച്ചെടുത്ത് മിക്സ് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും ചൂരമീൻ റെഡിയായി. ചൂരമീൻ മാറ്റിയിട്ട് ഇനി ആ അടുപ്പത്ത് തന്നെ സെയിം അടുപ്പിൽ തന്നെ നമ്മുടെ അയല മീനും വെക്കുക കേട്ടോ. പാവയ്ക്ക് എന്താ അവിടെ അകത്തും മെഴുക്ക് പുരട്ടി ചെറിയ ലോ ഫ്ലെയിമിൽ മൂടിയിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് മക്കളെ ഗൈസ്. ഉദ്ദേശം ഇത് തന്നെയാണ്. തേങ്ങ കൊണ്ടുപോകാനാണ് ആക്ച്വലി നമ്മൾ വന്നത്. അങ്ങനെ തേങ്ങ കൊണ്ടുപോകാനായിട്ട് എടുക്കുകയാണ്. നമ്മുടെ തേങ്ങാപ്പുരയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ, ഇവിടെ എന്തോരം തേങ്ങയൊക്കെ ഉണ്ടായിരുന്നവർ എണ്ണയൊക്കെ ആട്ടിയെടുക്കുമായിരുന്നു കേട്ടോ.
ഇപ്പം തേങ്ങയില്ല, മാങ്ങയില്ല, മുളകുമില്ല, ഒരു കുന്തവും ഇല്ല കേട്ടോ. ഈ റബ്ബർ വന്നതിന് ശേഷമാണ് ഫുൾ ഈ ചോലയെന്ന് പറയും, റബ്ബറിൻ്റെ വേരൊക്കെ ഇറങ്ങുമ്പോൾ മണ്ണിന് അത്രയും കുറവ് വന്നിട്ട് ഇതൊന്നും ഉണ്ടാവത്തില്ല, എല്ലാം ചീത്തയായിപ്പോൾ. അങ്ങനെ തേങ്ങയൊക്കെ പോയി. ഇനി വളരെ കുറച്ച് തെങ്ങ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് കുറച്ച് തേങ്ങ കിട്ടും, വല്ലപ്പോഴും വന്ന് ഞാനിങ്ങനെ കൊണ്ടുപോകും. ഇവിടെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ വലിയ മീൻ വായ്പില്ല. ഈ തോരൻ വയ്പ്പ്, അച്ഛനൊന്നും തോരൻ ഇഷ്ടമല്ല, അതുകൊണ്ട് തോരനൊന്നും വയ്ക്കാറില്ല. അപ്പം തേങ്ങയ്ക്ക് ചിലവ് വളരെ കുറവാണ്. അപ്പം ഞാൻ എൻ്റെ ഏകദേശം ജോലികളെല്ലാം ഒതുക്കിയിട്ട് എന്താ പരിപാടി എന്നറിയണ്ടേ, ഒരു സ്പൂൺ ചോറെടുത്തു. എന്നിട്ട് നമ്മുടെ അടിപൊളി മാങ്ങ ഉടങ്കല്ലി ചമ്മന്തി വെച്ചിരിക്കുകയാണ്. കൈസരച്ച് കണ്ടോ, ചോറിനെക്കാട്ടി കൂടുതലും മാങ്ങാ ചമ്മന്തി എടുത്തിട്ട് അങ്ങോട്ട് വിരവി കഴിക്കണം. എൻ്റെ അമ്മൂടെ വായിൽ കൂടി വെള്ളം വരുന്നു. നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നുണ്ടോ ഗൈസ്? ഇതിൻ്റെ ഒരു പങ്ക് ചീമയ്ക്കും കൊണ്ടു കൊടുത്തോട്ടോ ചമ്മന്തിയുടെ. ഇത് അമ്മ അരയ്ക്കുന്ന ചമ്മന്തിനെ ആരൊക്കെ എങ്ങനെയൊക്കെ തലകുത്തണമെന്ന് അരച്ചാൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുന്നതാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ അമ്മിക്കല്ലൊക്കെ ഇട്ട് അരച്ചപ്പോൾ ഉണ്ടായിരുന്ന ടേസ്റ്റ് എന്തായിരിക്കും അല്ലേ? എൻ്റെ അമ്മോ, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എനിക്ക് കുറച്ച് അച്ചാറോട് വെച്ച് കഴിക്കാൻ തോന്നി. എനിക്ക് നാരങ്ങ അച്ചാറാട്ടോ കൂടുതലിഷ്ടം. അങ്ങനെ നാരങ്ങ അച്ചാർ അതിൻ്റെ കൂട്ടത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. നാരങ്ങ കഷ്ണം എനിക്കിഷ്ടമല്ല, അതിലൊരു വെളുത്തുള്ളി കിടന്നു, ആ വെളുത്തുള്ളിയും കൂടെ വെച്ചിട്ട് വിരവി കഴിച്ചു. എരി കാരണം വായിൽ വയ്ക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. എങ്കിലും ടേസ്റ്റിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വായിൽ വെള്ളം വന്നിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അത്രയ്ക്ക് വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. എരിവ് വരാൻ കാരണം എന്തെന്നറിയോ, അമ്മ ഓൾറെഡി കാന്താരിയൊക്കെ വെച്ച് അരച്ച് വെച്ചിരുന്നതിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടട്ടെ എന്ന് കരുതി ഞാനൊരു ഉടങ്കല്ലി മുളക് കൂടെ അരച്ച് ചേർത്ത് കേട്ടോ. അതിൻ്റെ എരിവാണ്. ഞാൻ ഈ അമ്മി ചോറും തിന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വലിച്ചുകൊണ്ടിരുന്നു കേട്ടോ, അത്രയ്ക്ക് എരിവായിരുന്നു. ഇനി കൈയോടെ ഇങ്ങനെ നക്കി കഴിക്കണം. എൻ്റെ അമ്മൂ, ഇത്ര കഴിക്കാനുള്ള കാര്യം ഞാൻ കുറച്ചുകൂടെ കഴിച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഇതേ ചോറും മീൻകറിയും കപ്പയൊക്കെ കഴിക്കണ്ടേ, അതെല്ലാം കൂടി കഴിച്ചാൽ എല്ലാം കൂടി കഴിക്കാൻ പറ്റത്തില്ല. ഈ കപ്പയുടെ മീൻകറിയുടെ ചമ്മന്തി മിക്സ് ചെയ്ത് കഴിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല, അറിയത്ത് പോലും ഇല്ല കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് വെച്ച് കഴിച്ചത്. എന്തായാലും കഴിച്ചിട്ട് എനിക്ക് അവിടെ എണീക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് അച്ഛൻ അവിടെ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് തേങ്ങ പൊതിക്കൽ, നിങ്ങളുടെ നാട്ടിൽ തേങ്ങ പൊളിക്കൽ എന്നൊക്കെ ആയിരിക്കും, തോട് പൊളിക്കൽ എന്നൊക്കെ ആയിരിക്കും, തേങ്ങയുടെ തൊണ്ട് പൊളിക്കൽ എന്നൊക്കെ ആയിരിക്കും. ഇവിടെ തേങ്ങ പൊതിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പൊതിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. ഏട്ടനൊട്ട് ചെയ്ത് തരത്തുമില്ല, ഞാനൊട്ട് ഇതിൻ്റെ പുറകെ കഷ്ടപ്പെടുകയും വേണം. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ പൊളിച്ച് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അമ്മ തേങ്ങ പറക്കിയിട്ട് കൊടുക്കും, അച്ഛൻ 2-3 ഇതുപോലെ ആക്കിയൊക്കെ തരും കേട്ടോ. മറ്റേ നമ്മളെ ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് സംഭവങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇത് ചെയ്തു തരാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനിതൊന്നും ഏൽക്കാറില്ല. അതുകൊണ്ട് തേങ്ങ വാങ്ങിച്ചാലും ശരി, ഇങ്ങനെയുള്ള പരിപാടിയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് പാടുള്ള പരിപാടികളാണ് മക്കളെ. പാടുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കത്തില്ല. എങ്കിലും കഷ്ടപ്പാടിന് ഒരു കുറവില്ല. നേരം വെളുത്താൽ ജോലി കിടക്കുന്നത് വരെ ജോലി. എപ്പോൾ നോക്കിയാലും ഒരു ലോഡ് പാത്രം കാണും, കഴുകാനും പറക്കാനും എടുക്കാനുമായിട്ട്. അത് കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ. മീൻകറി എല്ലാം തിളച്ച ശേഷമാണ് മീൻ കഷ്ണം പറക്കിയിടുന്നത്. ഞാനാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കലക്കി കൂട്ടി അങ്ങ് വയ്ക്കും. 2-3 തിള വരുമ്പോൾ നമ്മുടെ മീൻകറി റെഡി. അതായത് അമ്മ ഇവിടെ മീനിൻ്റെ കറിയെല്ലാം തിളച്ച ശേഷമാണ് കഷ്ണം ഇടുന്നത് കേട്ടോ. എങ്ങനെ ആയാലും മീൻകറി സൂപ്പറാണ്, നമ്മൾ വയ്ക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വേദ അറിഞ്ഞിട്ടില്ല അപ്പൂപ്പൻ്റെ മുമ്മയുടെ അടുക്ക വരുന്നത്. പാവം വേദയ്ക്ക് ഇപ്പോൾ ഒട്ടും സമയമില്ല കേട്ടോ, ട്യൂഷനും ഡാൻസും സ്കൂളും ഒക്കെ ആയിട്ട്. അപ്പൂപ്പൻ്റെ ഇപ്പോൾ എത്രയോ നാളായി ഇവിടെ വന്ന് നമ്മൾ കുറച്ച് ദിവസം നിന്നിട്ട്, ഒരു ദിവസമെങ്കിലും നിന്നിട്ട്. എനിക്ക് തോന്നുന്നു വേദയുടെ വെക്കേഷന് വന്ന് നിന്നതാണ്. അതിനുശേഷം ഇതുവരെയും ഇവിടെ വന്ന് നിന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എത്ര നാളായി നോക്കണേ, സമയം കിട്ടുന്നില്ല. ഇപ്പോൾ എനിക്കും ഒട്ടും സമയം കിട്ടുന്നില്ല, വേദയ്ക്ക് എന്നെക്കാട്ടി സമയം കിട്ടുന്നില്ല. മെയിൻലി ട്യൂഷൻ. പിന്നെ പഠിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് സാറ്റർഡേ സൺഡേ കിട്ടുന്ന ഡാൻസ് ക്ലാസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലീവ് കിട്ടിയാലും അന്ന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് 10-30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി വരാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റംബൂട്ടാൻ കിട്ടി, നമ്മുടെ അമ്മയ്ക്ക് കൊടുത്ത റംബൂട്ടാനാണ് കേട്ടോ. കഴിക്കാൻ നല്ല ഇതായിരുന്നു, പക്ഷെ ചെറിയ പുളിപ്പുണ്ടായിരുന്നു, മധുരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കൊള്ളത്തില്ല. പക്ഷേ ഈ കുരുവിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇളകി വന്നു കേട്ടോ. ചില റംബൂട്ടാൻ കഴിച്ചാൽ കുരുവിൽ നിന്ന് ഇളകി വരത്തേയില്ല, വായിലിട്ട് കുറേ സമയം കടിച്ചിരിക്കണം. പക്ഷെ ഇത് ഇളകി വന്നു, പക്ഷെ മധുരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ റംബൂട്ടാനൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ മീൻ വറുക്കാൻ അടുപ്പത്തിടാനുള്ള നേരമായി. അപ്പുറത്തെ അടുപ്പിൽ ഇതേ നമ്മുടെ മീൻകറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മീൻ അടുപ്പത്തിട്ടില്ല എങ്കിലും നമുക്ക് 1:30 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചങ്ങ് വീട്ടിൽ പോകണം കേട്ടോ. വേദ 2-2:30 ആകുമ്പോൾ വരും.
കാര്യം. അതിന് മുന്നേ വീടെത്തണം. എൻ്റെ ആമ മോതിരമൊക്കെ അമ്മ എടുത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ആമ മോതിരം ഇടുന്നതിനൊക്കെ കുറച്ച് കണക്കും പ്രകാരമൊക്കെ ഉണ്ട്, പക്ഷേ ഞാനതൊന്നും നോക്കിയല്ല ഇട്ടേക്കണേന്ന് ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ കേട്ടോ അമ്മയ്ക്ക് വേണോ ഒരെണ്ണമെങ്കിൽ വാങ്ങിച്ചു തരാമെന്ന് പറയും. ഓ എനിക്കെങ്ങും വേണ്ട, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആമമോതിരമൊക്കെ ഇട്ട് വച്ചടി കയറ്റത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും വസ്ത്രയിൽ മെസ്സേജ് എല്ലാം വന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡീലേഴ്സ് കുറേ ഫോട്ടോസൊക്കെ അയച്ചു തരും കേട്ടോ, പുതിയ കോഡ് സെറ്റിൻ്റെയും മറ്റുമൊക്കെ. എല്ലാം സംഭവം കൊള്ളാം, പക്ഷെ നമ്മൾ ചെന്ന് നോക്കാണ്ട് എടുക്കണം എങ്ങനെയാണെന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ 1-2 ദിവസം ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് സാധനം വാങ്ങാൻ പറ്റത്തില്ലല്ലോ. പല സ്ഥലങ്ങളും കയറി ഇറങ്ങി 2-3 ദിവസത്തെ ഒരു ദിവസം തന്നെ യാത്രയുണ്ട് അങ്ങോട്ടെത്തിക്ക്. 2 ദിവസം അവിടെ സ്റ്റേ, 3-ാമത്തെ ദിവസമേ വരാൻ പറ്റും. ഒരു 4 ദിവസം എങ്ങനെ പോയാലും പോകും കേട്ടോ. 4 ദിവസം വേദയുടെ കാര്യം കുളമാവും. ഇത് നമ്മുടെ ഗീത ചേച്ചി നമ്മുടെ അമ്മയ്ക്ക് കല്യാണ സാരി എടുത്ത് കൊടുത്തതാട്ടോ. കല്യാണത്തിന് കൊടുക്കാനും റിസപ്ഷനും ഒക്കെ ഉള്ള സാരി എടുത്ത് കൊടുത്തതാണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നാട്ടോ കാണുന്നത്. ഇതിനിടയ്ക്ക് ഏട്ടൻ വന്നായിരുന്നു. ഏട്ടൻ എന്ന് കണ്ടിട്ടൊക്കെ പറഞ്ഞു. ഇത് ഇന്നിപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ പറയായിരുന്നു ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ വസ്ത്രമുള്ള സാരിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലും ഇഷ്ടപ്പെട്ട സാരീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ പോയി കേട്ടോ. അതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട്. ഇനി കുറച്ച് മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അമ്മ വേറെ എവിടെ നിന്നോ വാങ്ങിയോ വേറൊരു കല്യാണത്തിന് ഉടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന സാരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. എന്തായാലും സാരികളെല്ലാം കൊള്ളാം അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളറൊക്കെ ഉണ്ട്, നല്ല കളർ കോമ്പിനേഷനൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഉടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. എന്തായാലും സാരികളെല്ലാം കണ്ടിട്ടിരുന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ അച്ഛൻ്റെ ഷർട്ട് കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ അച്ഛൻ്റെ ഷർട്ടും ഒക്കെ കണ്ടു. ഷർട്ട് ഒരു ബ്ലൂ ഷർട്ടായിരുന്നു കേട്ടോ. എല്ലാം കൊള്ളായിരുന്നു. അയ്യോ ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത് നോക്കി ഉടുപ്പൊക്കെ ഇറുകി തുടങ്ങി കേട്ടോ. ഈശ്വര, എൻ്റെ ഡയറ്റ് നാളെ നീളെ ഇനി ഡയറ്റ് എന്നുള്ളൊരു വാക്ക് മിണ്ടരുതെന്നാണ് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും വീഡിയോ കാണുന്നവരും പറയുന്നത്. പക്ഷെ പറഞ്ഞു പോകുന്നു ഗൈസ്. ശരി. അപ്പോൾ അച്ഛൻ്റെ ഷർട്ട് കണ്ടത് ഇതാണ്. അച്ഛൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ ഇതാണ് ഗീത ചേച്ചി എടുത്തു കൊടുത്തത്. അത് കഴിഞ്ഞ് അച്ഛൻ ഇടാതെ കുറേ ഷർട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് അമ്മ കുറേ എണ്ണം തൂക്കി പിടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അതിനകം നിറച്ച് പാറ്റ കേട്ടോ. കവറിൽ നിന്ന് പോലും ഇളക്കിയിട്ടില്ല, പക്ഷേ അതിനകത്ത് പാറ്റയൊക്കെ കയറി തുടങ്ങി. ഇടാതെ വെച്ചിരിക്കുന്നത് ഇതുപോലെ ചില അബദ്ധങ്ങൾ നമുക്കും പറ്റാറുണ്ട്. ഇടാതെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ പിന്നെ എടുത്ത് നോക്കുമ്പോൾ നിറയെ ഓട്ടയായിരിക്കും അതിൽ. ഒന്നുകിൽ പാറ്റ കയറും, അല്ലെങ്കിൽ അതിൽ നമ്മുടെ ഉറുമ്പ് കയറി അതിനെല്ലാം ഓട്ടയാക്കി വെച്ചിരിക്കും കേട്ടോ. അപ്പോഴേക്കും കഴിക്കാനുള്ള സമയമായി. സമയം മീൻസ് ഇനിയിപ്പോൾ നമുക്ക് 1:30 ആകുമ്പോൾ പോകണം. വേദയെ വിളിക്കണ്ട. വേദ വീടെത്തുമ്പോൾ നമ്മൾ എത്തണ്ടേ. അവളോട് പറഞ്ഞിട്ടുമില്ല നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ പോകണം. കപ്പയും, ഇത് കപ്പ പുഴുങ്ങി കഴിക്കുന്നവർക്ക് കപ്പ ഇളക്കി കഴിക്കുന്ന എനിക്ക് കപ്പ ഇളക്കിയത്. ഞാൻ രാവിലെ വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചീര തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര തോരൻ, ചോറ്, മീൻകറി, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം. ഇതേ അമ്മ ഇലയിലിട്ട് കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഒരു ചെറിയ ഇല എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരുന്നു. അപ്പോൾ എന്തോ പഴങ്കഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് ആ ഇല എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ അതേ മീൻ വറുത്തതുണ്ട്. മീൻ വറുത്തത് നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല പഞ്ഞി കഷ്ണം പോലെ ഇരിക്കുന്ന മീൻ വറുത്തതും മീൻ കറിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സാധാ ചൂരയെക്കാട്ടി നല്ല കിടിലൻ ടേസ്റ്റ് കേട്ടോ മീൻ. അപ്പോൾ ഇത് ഏട്ടനാട്ടോ കപ്പയും മീൻ കറിയും ഒക്കെ. എന്തായാലും മീൻ കറി അല്ലേ? എൻ്റെ ചൂര മീൻ കറി ഇരിക്കുന്നുണ്ട്. ഞാൻ ലേശം ചോറും കപ്പയും മീൻ കറിയൊക്കെ എടുത്തൊഴിച്ചു. കപ്പ അവസാനം എനിക്ക് അത്രയും വേണ്ടായിരുന്നു കേട്ടോ. ഇളക്കാനെടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നി. അങ്ങനെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇളക്കിയതാണ്. ഇളക്കിയപ്പോൾ ഇവിടെ വേറെ ആരും ഇളക്കുന്നത് കഴിക്കാനില്ലല്ലോ. അതെല്ലാം കൂടി ഞാൻ എൻ്റെ പ്ലേറ്റിൽ തട്ടി വെച്ചു. എന്നാൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടാണ് അതിൽ തട്ടിയിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വൈകുന്നേരം കഴിക്കാമായിരുന്നു, അല്ലെങ്കിൽ നാളെ ഞാൻ എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നു. എല്ലാം കൂടി അതിനകത്തേക്ക് തട്ടിയിട്ട് അതങ്ങ് എച്ചിലായി കേട്ടോ. പിന്നെ ബാക്കി കൊണ്ട് കളയുകയാണ് ചെയ്തത്. ഇത് ഏട്ടന് എടുക്കുന്ന കേട്ടോ. ഇതെൻ്റെ മീൻ. ഞാനതിൽ ഉടങ്കല്ലി മുളകെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തലയോട് വലിയ താല്പര്യമില്ല, കഷ്ണമാണ് നോക്കി എടുക്കുന്നത്. കഷ്ണവും കറിയും കപ്പയും അത് സ്പൂണിട്ട് ഒരുപാട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോവേ. എനിക്ക് കഷ്ണത്തിനെ കാട്ടി കറിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇങ്ങനെ കറിയിൽ മുങ്ങി കിടക്കണം ചോറും കപ്പയൊക്കെ. പക്ഷേ ഇന്നത്തെ ചൂരക്കറിയിൽ കറി ലേശം കുറവ് കേട്ടോ. എൻ്റെ ചീരത്തോരനും മീൻകറിയും ചീരത്തോരനും അത് വേറൊരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ കപ്പയും കൂടെ കുത്തിത്തിരിക്കാലും കൊള്ളത്തില്ല. കപ്പയും ചോറും അത് വേറൊരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ചീര കുത്തിത്തിരിക്കാലും കൊള്ളത്തില്ല. അങ്ങനെ ഓരോന്നിനും ഓരോ കോമ്പിനേഷനുണ്ട്. അത് വെച്ച് കഴിച്ചാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. എന്തായാലും വീണ്ടും എൻ്റെ വായിൽ കൂടെ വെള്ളം പോവുകയാണ് ഗൈസ്. കപ്പയും മീൻകറിയും ചോറും എത്ര ദിവസമായെന്നറിയോ കപ്പയും മീൻകറിയും ചോറും കഴിച്ചിട്ട്. ഒന്നുകിൽ നെട്ടയത്ത് പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കപ്പയും
മീൻകറിയും ചോറും കൂടി ഇങ്ങനെ ഇളക്കിയതൊക്കെ കഴിക്കുന്നത്. അല്ലെങ്കിൽ കള്ളിക്കാട് വരുമ്പോഴാണ് കഴിക്കുന്നത്. വയറ് നിറച്ച് കഴിക്കുന്ന കാര്യം പറഞ്ഞു കേട്ടോ. തിരുമല വീട്ടിലാണെങ്കിൽ ഞാൻ ഭയങ്കര ഡയറ്റാണ്. ബിരിയാണി ഇല്ലാത്ത ദിവസം വരെ. ബിരിയാണി ഉണ്ടെങ്കിൽ തിരുമല വീട്ടിലാണെങ്കിലും ഡയറ്റൊക്കെ പോകും കേട്ടോ. വീട്ടിലവിടെ വാങ്ങിച്ചാൽ നമ്മൾ വയ്ക്കുന്നുണ്ടാവും അത്രയും ടേസ്റ്റ് തോന്നത്തില്ല. ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കാനായിട്ട് തോന്നും. അത് സ്വാദ് കൂടുതലുള്ള ഭക്ഷണം ആയതുകൊണ്ടാവും എൻ്റെ അമ്മ വയ്ക്കുന്നതാകുമ്പോഴും നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നും. ഇവിടെ വരുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വയ്ക്കുമ്പോൾ അത് എപ്പോഴും അങ്ങനെ. എൻ്റെ അമ്മ പറയുമല്ലോ, അമ്മ വയ്ക്കണ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന്. ആരെങ്കിലും വെച്ച് കൊടുക്കുന്നത് കഴിക്കാനാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ എല്ലാവരും ഒന്നും വെച്ച് കൊടുക്കുന്നതൊന്നും അമ്മ കഴിക്കില്ല കേട്ടോ. ഇവിടെ കള്ളിക്കാട് വീട്ടിൽ വന്നാലും അമ്മ വയറ് നിറച്ച് മനസ്സറിഞ്ഞ് കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക് ഇവിടെ അമ്മ വയ്ക്കുന്ന ഫുഡൊക്കെ കഴിക്കാനായിട്ട്. നോക്കി എന്ത് നാടൻ രീതിയിലാണ് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കിയാൽ. കപ്പയും ഇന്ന് ഇല എടുത്തില്ല കേട്ടോ. മഴയൊക്കെ പൊടിങ്ങി നിൽക്കുന്നു. പിന്നെ എല്ലാവരും പ്ലേറ്റ് കഴിച്ചു. എനിക്ക് ഈ ഇലയിൽ കഴിക്കുന്നത് ഇഷ്ടമല്ല. അത് ഈ മീൻ കറിയൊക്കെ കോരി കഴിക്കുമ്പോഴേ ഇലയിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകും. ഈ പാത്രം ആകുമ്പോൾ അതിനകത്ത് തന്നെ നിൽക്കും. ഞാനാണെങ്കിൽ മീൻ കറി ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കോരി കുളിച്ചാണ് ഞാൻ മീൻ കറി കഴിക്കുന്നത്. അപ്പോൾ ഇല എടുക്കുമ്പോൾ ശരിയാകത്തില്ല. ഞാനെപ്പോഴും കൂടുതലും പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കുന്നത്. ഇന്ന് പ്ലേറ്റ് ഇല്ല, അതുകൊണ്ട് പക്ഷേ ഇലയില്ല, അതുകൊണ്ട് പ്ലേറ്റിലാണ് കഴിക്കുന്നത്. പിന്നെ അത് കറികളൊക്കെ അവിടെ കിടന്ന് കുഞ്ഞ് പീസ് ഇലയിലൊക്കെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ കള്ളിക്കാട് അമ്മയുടെ കൈക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വന്നു. അതിനെ പറ്റി ഏട്ടൻ പറയായിരുന്നു കേട്ടോ. അത് അമ്മ അവിടെ ഇവിടെ വീണതാണ് കൈ ഇങ്ങനെ മുറിഞ്ഞിരുന്നത്. അന്ന് എനിക്ക് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റിയില്ല. അതെ ഇപ്പോൾ പറയുകയാണ് അമ്മ അവിടെ എവിടെയോ വീണ് അങ്ങനെ മുറിഞ്ഞതാണ് കൈ. ഇപ്പോൾ അത് ഭേദമായിട്ടോ. മുറിവെല്ലാം ഉണങ്ങി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ മുറിവ് ആ വീഡിയോയിൽ വന്നതും ഞാൻ ശ്രദ്ധിച്ചില്ല. ആ മുറിവ് നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എത്ര കമൻസ് വന്നെന്നറിയോ, കൈക്കെന്ത് പറ്റിയെന്ന്. ഞാൻ അതിന് കമൻറ്റിന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് റിപ്ലൈ തരുന്നത്. എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നത് നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ എനിക്ക് പറയാനും പറ്റിയില്ല. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷമാണ് നമ്മൾ കമൻസ് റീഡ് ചെയ്യുന്നത്. അതിന് മുന്നേ അടുത്ത ദിവസത്തെ വീഡിയോ ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അറിഞ്ഞില്ല കമൻസ് വന്നത്. അതുകൊണ്ട് എനിക്ക് മറുപടി തരാനും പറ്റിയില്ല കേട്ടോ. പിന്നെ അതേതായ എൻ്റെ കുട്ട, ഞാനിവിടെ വാങ്ങി കൊടുത്ത കുട്ട കേട്ടോ. ഈ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാനായിട്ട് വയ്ക്കുന്ന കുട്ട. അതിനെടുത്തതേ വേസ്റ്റ് ബിന്നിൽ തള്ളിയിരിക്കുകയാണ്. അങ്ങനെ ഞാനതിനെ എൻ്റെ വീട്ടിലേക്ക്, അവിടെയാണെങ്കിൽ പാത്രം വയ്ക്കാൻ പോലും സ്ഥലമില്ല, അതിൻ്റെ ഇടയിൽ ഈ കുട്ടയും കൂടെ കൊണ്ടുപോവാണ്. ഇതുപോലത്തെ ഒരു കുട്ട എനിക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഏട്ടൻ ചോദിക്കുകയാണ്, അവിടെ ഒരെണ്ണം ഓൾറെഡി ഉണ്ട്, പിന്നെ ഇതിനെ കൂടെ വാരിക്കെട്ടി നീ എന്തിനാണ് കൊണ്ടുപോകണം, അവിടെ എവിടെ കൊണ്ട് വയ്ക്കാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരെണ്ണം കിച്ചണിൽ വയ്ക്കാനും ഒന്ന് പുറത്ത് വയ്ക്കാനും. അതായത് പാത്രം കഴുകിയിട്ട് ഇങ്ങനെ വാരി വലിച്ച് വെറുതെ ഇങ്ങനെ കിച്ചണിൻ്റെ സ്ലാബിൽ കിടക്കും. അതിന് എന്നിട്ട് പറക്കിക്കൊണ്ട് വെളിയിലൊക്കെ കൊണ്ട് വയ്ക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലൊരു കുട്ട ഉണ്ടെങ്കിൽ ഒരെണ്ണം ഉണ്ട്. ഇത് ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ മാറിയും തിരിഞ്ഞൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ അതിനെയും വാരി കെട്ടി. ചീനിക്കിഴങ്ങ് അടുപ്പത്തിട്ടിരുന്നത് മറന്നുപോയി. വേദയ്ക്കുള്ളതേ കനലിലിട്ടിട്ട് മറന്നുപോയി. ഇപ്പോഴാണ് ഓർമ്മിച്ചത്. പക്ഷേ ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടിയോ കേട്ടോ. കരിഞ്ഞൊന്നും പോയില്ല. ചീനിക്കിഴങ്ങ് കുറച്ച് പുളി അവിടെ വീട്ടിൽ ഒട്ടും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി, അല്ലെങ്കിൽ വാങ്ങിയാനേ. അപ്പോൾ ഞാൻ എന്തായാലും 1 കിലോ വാങ്ങി. ഇനി അടുത്ത നേട്ടം വരുമ്പോൾ കാട്ടാക്കട മാർക്കറ്റിൽ നിന്ന് സെയിം ആ ചേട്ടൻ്റെ നിന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പുളി ഞാൻ അവിടെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് പുളി എടുത്തു. എനിക്കും പുളി വലിയ ആവശ്യം വരില്ല. പിന്നെ മീനൊക്കെ വയ്ക്കുന്നതുകൊണ്ട് പുളി വേണം. പിന്നെ ഇവിടെ ഏട്ടനൊന്നും അധികം പുളിയുള്ള സാമ്പാറിലെങ്ങാനും പുളി കൂടിപ്പോയാൽ, മീനിലെങ്ങാനും ഒരു ശകലം പുളി കൂടിപ്പോയാൽ എന്തോന്ന് പുളി, ഇത് എന്തോന്ന് വെച്ചേക്കണെന്നൊക്കെ പറയെങ്കിലും കഴിക്കും കേട്ടോ. ഏട്ടന് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. പിന്നെ റംബുട്ടാൻ എടുത്ത് വെച്ചു. പിന്നെ മീൻകറി, ചമ്മന്തി, ഇതൊക്കെയാണ് ഇനി അടുത്ത് പാഴ്സൽ ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പോൾ വീട്ടിൽ കുരുമുളക് തീർന്നു കേട്ടോ. കുരുമുളക് ഉണ്ടോയെന്ന് വെച്ചപ്പം കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കുരുമുളക് തരികയാണ്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ കേട്ടോ കൊണ്ടുപോകുന്നത്. കുരുമുളക്, തേങ്ങ, പുളിയൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഇവിടെയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇനി ഞാൻ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ദീപ ചേച്ചിയുടെ അവിടെയും കുരുമുളക് നിറയേണ്ട കേട്ടോ. അവിടെ ചെന്ന് ചോദിച്ചാലും കിട്ടും വല്ലപ്പോഴോ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ തീർന്നു. പിന്നെ അടിമാലിയിൽ അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ചെന്നിട്ട് പോയിട്ടൊക്കെ വരുമ്പോൾ ഏലക്ക, കുരുമുളകൊക്കെ അവർ നിറയെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുരുമുളക് 100 അപ്പം ആയല്ലേ, സോറി. അങ്ങനെ കുരുമുളകെല്ലാം പാക്ക് ചെയ്തു. വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കുട്ടയ്ക്കകത്താക്കിയിട്ട് മീൻകറി, തേങ്ങ, കുരുമുളക്, ചമ്മന്തി, വേദയുടെ ചീനിക്കിഴങ്ങ്, ഇതെല്ലാം കൂടി പാക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. 1:45 ഇറങ്ങി. കുറച്ച് സമയം മീനൊക്കെ വറുത്തത് കൊണ്ടുപോകാൻ എടുത്തു കേട്ടോ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. കുറച്ചല്ലാണ്ട് ഞാൻ വറുക്കാത്തത് കൊണ്ടുപോകാൻ എടുത്ത് വെച്ചു. വേദയ്ക്ക് നാളെ സ്കൂളിലെല്ലാം കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ട്. അയല മീൻകറി ഫുള്ള് അമ്മ അത് ഇതിലേക്ക് കോരി ഒഴിച്ചു. മറ്റേ ചൂര മീൻകറിയിൽ 2 തല എന്തോ ഇനി കിടപ്പുണ്ട്. അത് മതി അമ്മയ്ക്ക്. ഇനി ഇതിലൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിൽ 2 കഷ്ണം എന്തോ ഇട്ടിട്ട് ബാക്കി കറികളെല്ലാം കൂടി
കോരി തന്നു വിട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയപ്പോൾ 10:30 10:45 മണി 11 മണി ഏകദേശമായി. വന്ന പാടെ അമ്മ കുക്ക് ചെയ്യാൻ കയറി കുക്ക് ചെയ്ത് കഴിഞ്ഞതും കഴിക്കാനുള്ള സമയമായി. കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് പോകാനുള്ള സമയമായി കേട്ടോ. വന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇരിക്കാനുള്ള സമയം അമ്മയ്ക്കും കിട്ടിയില്ല, നമ്മൾക്കും കാര്യമൊന്നും പറയാൻ കിട്ടിയില്ല കേട്ടോ. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത ശേഷം കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഫ്രണ്ടിലിരുന്ന് കുറച്ച് സമയം കാര്യം പറഞ്ഞു. എനിക്കാണെങ്കിൽ അനങ്ങാൻ വയ്യ കേട്ടോ. ഉള്ള കപ്പയും മീൻകറിയും എല്ലാം കൂടി കഴിച്ചിട്ട് വയറ് നിറങ്ങിയിട്ട് അനങ്ങാൻ പറ്റുന്നില്ല. ഞാനിത് എന്ത് പോക്കാണ് ദൈവമേ പോകുന്നത്. കഴിക്കുമ്പോൾ അങ്ങ് കാര്യമായിട്ട് കഴിക്കും. കഴിച്ച് കഴിഞ്ഞിട്ടാണ് ആ കഴിച്ചതിനെ പറ്റി ഓർമ്മിച്ച് വിഷമിക്കുന്നത്. എന്നിട്ട് അമ്മ എന്നോട് നല്ലതുപോലെ പറഞ്ഞു വറുത്ത മീനും മീൻകറിയൊക്കെ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ കൊണ്ടുപോകില്ല, കൊണ്ടുപോയാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് ഉറപ്പായിട്ട് കഴിക്കാത്തത് കൊണ്ട് ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അല്ല വാങ്ങിച്ചില്ല, എടുത്തില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് പുരട്ടി ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം ഓൾ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് വീട്ടിൽ പോയാൽ മാത്രം മതി. വീട്ടിൽ പോയിട്ട് ഇനി വേറെ പണിയൊന്നുമില്ല. ചോറ് എന്തായാലും കഴിച്ചിട്ട് പോയി. വൈകുന്നേരത്തേക്ക് അതേ മീൻകറി കൊണ്ടുപോകുന്നുണ്ട്. വൈകിട്ട് ഇനി പുട്ടോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ചമ്മന്തി, ഇത് ചീമയ്ക്ക് ഞാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ചീമയ്ക്ക് വേണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ കള്ളിക്കാടമ്മയുടെ ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീമയ്ക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ കുറച്ച് ചമ്മന്തി കൊണ്ടുപോകാനായിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. എൻ്റെ അമ്മ വീണ്ടും എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു. അത്രയ്ക്ക് നല്ല പുളിയും എരിവും ഉപ്പും ഒക്കെയുള്ള ചമ്മന്തിയെ ഞാൻ ചീമയ്ക്ക് കൊണ്ടു കൊടുത്തു. അത് നെട്ടയത്തായിട്ടോ ചീമ നിന്നത് കൊണ്ട് കൊടുത്തു. അവർ കഴിച്ചിട്ട് അമ്മയും ചീമയും കൂടി മെസ്സേജ്, അയ്യോ കോമൂൻ്റെ ചമ്മന്തി സൂപ്പർ ചമ്മന്തി, അടിപൊളി ചമ്മന്തി എന്ന് ചേച്ചിയോടെ പറഞ്ഞേക്കണേ. അടിപൊളി പുളിയും എരിയും ഉപ്പും എല്ലാം ഒന്നിനൊന്ന് മെച്ചം, എല്ലാം കറക്റ്റ് ബാലൻസ് ആയിട്ട് നിൽക്കുന്നു. പറഞ്ഞേക്കണേന്ന് പറഞ്ഞ അമ്മ ഒരു 100 മെസ്സേജ് ഇട്ടു കേട്ടോ. അപ്പം അത്രയ്ക്ക് കിടിലം ടേസ്റ്റാണ് ചമ്മന്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അങ്ങനത്തെ കുട്ടിയുടെ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നിട്ട് നമ്മൾ പോയേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് 2:30 മണിയാകുമ്പോൾ വരും. 1:45 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പോസ്റ്റ് ഓഫീസിലൊന്ന് കയറണമായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൊറിയർ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കേട്ടോ. അപ്പോൾ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരം കൊടുക്കുകയല്ലേ. അപ്പോൾ പറഞ്ഞു ചെയ്ത് വെച്ചിരിക്കും, പിന്നീട് വന്ന് റെസിപ്റ്റ് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റെസിപ്റ്റ് വാങ്ങിക്കാനായിട്ട് കയറണ്ടേ, അത് നമുക്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ കയറിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 1:45 പതിയെ ഇറങ്ങിയാട്ടോ. അല്ലെങ്കിൽ 1:45 ഇറങ്ങിയല്ലേ നമ്മൾ 2:30 മണിക്കെങ്കിലും വീടെത്തത്തുള്ളൂ. കറക്റ്റ് നമ്മൾ വീടെത്തിയതും വേദ വന്നതും ഒരുമിച്ചായിരുന്നു കേട്ടോ. ഇപ്പോഴും കാറ് താഴെ തന്നെയാണ് കിടക്കുന്നത്, മുകളിലേക്ക് കയറ്റിയില്ല. ഇന്നലെയൊക്കെ മഴ പെയ്തപ്പോൾ വീണ്ടും മണ്ണ് ഒരുമാതിരി ആയിട്ടോ. കാറ് കയറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. മണ്ണിൽ വീൽ എന്തായാലും ജാമാവും. അതുകൊണ്ട് കാർ ഇപ്പോഴും താഴെ തന്നെയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ കാർ ഇട്ടിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നടന്നു വന്നപ്പോഴേക്കും വേദയും വന്നു കേട്ടോ. അങ്ങനെ വേദയും നമ്മളും കൂടി ഒരുമിച്ചാണ് വന്നത്. വേദ ഇപ്പോൾ അമ്മൂൻ്റെ അപ്പച്ചൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയം വീട്ടിലെത്തിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ പോയി വിളിക്കണമായിരുന്നു, കൊണ്ടാക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്കിൾ കൊണ്ടുവന്ന് കറക്റ്റ് സമയത്താക്കി തരും. അതുകൊണ്ട് സൗകര്യമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയാലും കറക്റ്റ് വീട്ടിൽ വേഗം എത്തിയാൽ മതിയല്ലോ. മറ്റത് സ്കൂളിൽ ആ കറക്റ്റ് വിടുന്ന സമയം എത്തണം, ഓടിപ്പിടച്ചൊക്കെ പോകണം. ഇതിപ്പോൾ വീട്ടിൽ വന്നാലും വേവൾ കയറി ഇരുന്നോളും, ആരും ഇല്ലെങ്കിലും. അങ്ങനെ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കള്ളിക്കാട് അമ്മയോട് ടാറ്റ ബൈ പറഞ്ഞിട്ട് പോവാം. മാസത്തിലൊരു ദിവസം നമുക്ക് കള്ളിക്കാട് അമ്മയെ കാണാം അല്ലേ. കുറേ ദിവസമായി വന്നിട്ട്, അതുകൊണ്ടാണ് ഇന്ന് വന്നത്. ഇന്നാണ് കുറച്ച് സമയം കിട്ടിയത് കേട്ടോ. ഇതിനിടയ്ക്ക് ഏട്ടൻ 2-3 പ്രാവശ്യമൊക്കെ വന്നായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. കർക്കിടക വാവിൻ്റെ അന്ന് വന്നു, പിന്നെ അതിൻ്റെ മുന്നിലത്തെ ഒരു ദിവസം വന്നായിരുന്നു. അപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മൾ വസ്ത്രയുടെ പിറകെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് സ്റ്റോക്കൊക്കെ ക്ലിയറായി, അതിൻ്റെ കുറച്ച് തിരക്ക് മാറിയത് കൊണ്ടാണ് ഇപ്പോഴേക്കും വന്നത് കേട്ടോ. ഇത് കറക്റ്റ് വീടെത്തപ്പോഴെങ്കിലും വേദ എത്തി. വേദ കുട്ടയ്ക്കകത്ത് എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നോക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ചീനിക്കിഴങ്ങ് ചുട്ടതുണ്ടെന്ന് പറഞ്ഞെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒട്ടത്തികൾ പിള്ളേരും കൊണ്ട് വരുമ്പോൾ ഉണ്ടല്ലേ കുറേ വട്ടിയും ചട്ടിയും പെട്ടിയൊക്കെ ആയിട്ട്, എന്നിട്ട് വഴി നീളെ തിന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞാൻ ആടിൻ്റെ കൂടി കഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദയുടെ മുഖമൊക്കെ മാറിപ്പോകുക കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കള്ളിക്കാട് വിശേഷം ഇഷ്ടമായതുകൊണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ ഞാൻ കള്ളിക്കാട് വിശേഷം ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് എല്ലാവരും കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കണ്ടവർക്ക് വേണ്ടി ഞാനൊരു ടാറ്റ ബൈ പറയാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കള്ളിക്കാട് വിശേഷം. ചുട്ട ചീനിക്കിഴങ്ങ്, ഇതൊക്കെ കാണാനല്ലേ നിങ്ങൾക്കും ഇഷ്ടം. പുതിയൊരു നല്ല വിശേഷമായിട്ട് ഉടനെ കാണാം. ടാറ്റ ബൈ.